നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തികുളത്തിൻ്റെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 15 വർഷമായി വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്, സാംസ്കാരിക സംഘടന ജയൻ സാംസ്കാരിക വേദി. ഞാൻ അവരുടെ ഒരു ഫംഗ്ഷനിൽ ആദ്യമായിട്ടാണ് ഇത്തവണയാണ് പങ്കെടുക്കുന്നത്. ജയൻ സാംസ്കാരിക വേദിയുടെ 2024 മികച്ച യൂട്യൂബറായി തിരഞ്ഞെടുത്തത് നമ്മുടെ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിലൂടെ എന്നെയാണ്. അതിൻ്റെ സംഘാടകരിൽ ഒരാളായ സാജൻ എന്നെ വിളിച്ച് ഞങ്ങളുടെ സംഘടനയുടെ ഇത്തവണത്തെ മികച്ച യൂട്യൂബർക്കുള്ള അവാർഡ് താങ്കൾക്കാണ്, എന്നാൽ വന്ന് വാങ്ങുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ സന്തോഷപൂർവ്വം വന്ന് വാങ്ങും. അങ്ങനെ ഞാനത് വാങ്ങാൻ പോയി. ഞാൻ സിദ്ധുവായിട്ട് തിരുവനന്തപുരത്ത് VJT ഹാളിൽ, അയ്യങ്കാളി ഹാളിലായിരുന്നു ജയേട്ടൻ്റെ ചരമവാർഷികത്തിൻ്റെ 44-ാം വർഷത്തിൽ ഈ കഴിഞ്ഞ നവംബർ 16-ാം തീയതി അവാർഡ് നൽകിയത്. നമ്മുടെ സർക്കാരിൻ്റെ ചീഫ് വിപ്പ് പ്രൊഫസർ N. ജയരാജ് സാറായിരുന്നു അവാർഡ് തന്നത്. തിരുവനന്തപുരത്തിൻ്റെ MLA ആയ PK പ്രശാന്തും ഉണ്ടായിരുന്നു ആ ഫംഗ്ഷനിൽ. നല്ല ഫംഗ്ഷനായിരുന്നു, നല്ല സമ്പന്നമായ സദസ്സായിരുന്നു, വേദിയായിരുന്നു. ഇത്തവണത്തെ അവർ കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് എവർഷൈൻ ഹീറോ ജയൻ അവാർഡ് എന്ന് പറയുന്നതാണ്. ഈ സാംസ്കാരിക വേദിയുടെ എന്താ പറയുക, ഏറ്റവും വലിയ അട്രാക്ഷനുള്ള പുരസ്കാരം. ഇത്തവണ അത് ലഭിച്ചത് ഒരു കാലത്ത് ജനപ്രിയ കാമുക വേഷങ്ങൾ ചെയ്തിരുന്ന, പിന്നീട് വില്ലൻ വേഷങ്ങളിലേക്ക് മാറിയ രവികുമാർ എന്ന് പറഞ്ഞ നടനായിരുന്നു. അദ്ദേഹം അവാർഡ് ഏറ്റുവാങ്ങാൻ വന്നിരുന്നു. ഞാൻ എൻ്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു, ഒരു റോസാപ്പ് പിടിച്ചുകൊണ്ട് ഒരു പ്രേമഗാനം മൊത്തം പാടാൻ കഴിഞ്ഞ നടനാണ് രവികുമാർ. അങ്ങാടി അടക്കം ഒരുപാട് സിനിമകളിൽ ജയേട്ടനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. എത്ര സിമ്പിളായിട്ട് പെരുമാറുന്ന മനുഷ്യനാണ് എന്ന് ഞാൻ ആദ്യമായിട്ടാണ് രവികുമാറിനെ പരിചയപ്പെടുന്നത്. നിറഞ്ഞ കയ്യടിയോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. 44 വർഷമായി ജയനെ ഓർക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു. ജയനെ കാണാനായി ഞാൻ അങ്ങ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വികാരഭരിതനായാണ് അദ്ദേഹം പ്രസംഗിച്ചത്. കഴിഞ്ഞ 15 വർഷമായിട്ട് ജയന്റെ ചരമദിനം സമുചിതമായി ആഘോഷിക്കുന്ന സംഘടനയാണ് ജയൻ സാംസ്കാരിക വേദി. ഈ സംഘടനയിൽ ജയന്റെ എന്താ പറയുക, ഹോൾസെയിൽ ഡീലർ എന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരാളുണ്ടല്ലോ തിരുവനന്തപുരം, ഒരു സിനിമാക്കാരൻ. അദ്ദേഹം ഈ സംഘടനയെ ഹൈജാക്ക് ചെയ്തു എന്നാണെങ്കിൽ പറയാം. കുറെ കാലം അദ്ദേഹം ഇതിന്റെ രക്ഷാധികാരിയായിരുന്നു. രക്ഷാധികാരിയായി ഇരുന്നിരുന്ന് ഈ സംഘടനയെ രണ്ടായിട്ട് പൊളർന്ന് ഒരു കഷ്ണവും കൊണ്ട് അദ്ദേഹം അങ്ങ് പോയി. 1-2 വർഷം ആ പൊളർന്നുകൊണ്ട് ഈ സംഘടനയും കൊണ്ട് അദ്ദേഹം നടന്നു. അങ്ങനെ കൊണ്ടുപോയിട്ട് അത് അകാലത്തിൽ ചാപിള്ളയായി മാറും എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ന് വെച്ചാൽ അതിനുള്ള ചിലരെയൊക്കെ സംഘടിപ്പിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. അതിന്റെ ആദ്യ പുരസ്കാരം കുറച്ച് ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് കൊടുത്തു, മുഖ്യമന്ത്രിയെ കൊണ്ട്. പുരസ്കാരം ജേതാവാരി കഴിഞ്ഞ 10-20 വർഷക്കാലമായി ഈ മനുഷ്യൻ തള്ളക്കി വിളിക്കുന്ന മോഹൻലാലിനാണ് അവാർഡ്. അല്പമെങ്കിലും ആത്മാഭിമാനമോ നാണമോ ഉണ്ടെങ്കിൽ മോഹൻലാൽ വന്നത് വാങ്ങാൻ പാടില്ലായിരുന്നു. പക്ഷെ മോഹൻലാൽ പാവം, അങ്ങനെയൊന്നും മനസ്സിൽ പക കൊണ്ട് നടക്കുന്ന ആളല്ലാത്തതുകൊണ്ട് അദ്ദേഹം വന്ന് അവാർഡ് വാങ്ങി. എൻ്റെ ഗുരുനാഥന്മാരിൽ ഒരാളാണെന്നൊക്കെ പ്രസംഗിച്ച് പിണറായിയുടെ കയ്യിൽ നിന്ന് ഷീൽഡ് മാച്ചോട്ട് കൊച്ചിയിൽ പോകാനുള്ള മരട് പാലം കയറുന്നതിന് മുമ്പ് പിറ്റേ ദിവസം പത്രസമ്മേളനം വിളിച്ചു കൂട്ടി മോഹൻലാലിനെയും മമ്മൂട്ടിയും തളക്കി വിളിച്ചു. ഈ അവാർഡ് കൊടുത്ത ആള് തന്നെ ആലോചിച്ചു, ഈ ട്രസ്റ്റിന്റെ ഈ പേരുകാരൻ തന്നെ. അങ്ങനെ ശകാരിച്ചത് വലിയ വാർത്തയായി മാറി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങോട്ട് ആവശ്യപ്പെടാതെ ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പിണറായി വിജയൻ ആ ഫംഗ്ഷന് വരാൻ വേണ്ടി ഒരു ട്രസ്റ്റ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ട് ആരെയൊക്കെയോ പിടിച്ച്, ഗോകുലം ഗോപാലിനടക്കം ആരെയൊക്കെയോ പിടിച്ച് കാശൊക്കെ വാങ്ങിച്ച് അടിപൊളിയായിട്ട് തിരുവനന്തപുരം മുഴുവൻ ഫ്ലക്സൊക്കെ വെച്ച് മോഹൻലാലിനെ വരുത്തി. അദ്ദേഹം വന്നു, സന്തോഷപൂർവ്വം വാങ്ങി. അദ്ദേഹം എറണാകുളത്ത് വീടെത്തുന്നതിന് മുമ്പേ അദ്ദേഹത്തെ ശകാരിച്ചുകൊണ്ട്, അദ്ദേഹത്തെയും മമ്മൂട്ടിയും ശകാരിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തുന്ന മഹാനാണ് ഈ ജയന്റെ സംഘടനയെ രണ്ടാക്കിയത്. അതുപോട്ടെ, ജയൻ സാംസ്കാരിക വേദിയുടെ മികച്ച യൂട്യൂബർ പുരസ്കാരം നേടാനായത് ലൈറ്റ്സ് ക്യാമറ ആക്ഷന്റെ ഉത്തരവാദിത്വം കൂട്ടുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ ഡിസംബർ 10-ാം തീയതി കോഴിക്കോട്ട് 24 ഫ്രെയിം എന്ന് പറഞ്ഞൊരു സംഘടനയുടെ ശാന്താദേവി പുരസ്കാരമുണ്ട് നമുക്ക്.
ഇതെല്ലാം നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം കൂട്ടുന്നു എന്ന് ഞാൻ അറിയുന്നു. തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഇനിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യാമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. നമസ്കാരം. അങ്ങനെ ഈ ഡെമോക്രസിന്റെ വാള് പോലെ ടെൻഷനോട് ടെൻഷൻ സിദ്ദിഖിന് വരുത്തിയ ശേഷം സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഇനിയിപ്പോൾ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സിദ്ദിഖ് അന്വേഷണത്തോട് സഹകരിക്കണം, പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം. പിന്നെ പോലീസ് അവർ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിക്കുമ്പോൾ ചെന്ന് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയണം. ഇനി അഥവാ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കണം, അല്ലാതെ അകത്ത് പിടിച്ചിടാനൊന്നും പറ്റില്ല. അത്രയും സുപ്രീം കോടതി കരുണ കാണിച്ചു. ജസ്റ്റിസുമാരായ ബേല ത്രിവേദി, സതീഷ് ചന്ദ്ര വർമ്മ എന്നിവരുടെ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. താൻ മോശമായി പെരുമാറിയെന്ന് 8 വർഷം കഴിഞ്ഞാണ് പെൺകുട്ടി പരാതി പറഞ്ഞതെന്നും പരാതിയിൽ കാലതാമസം ഉണ്ടായെന്നുമാണ് സിദ്ദിഖ് കോടതിയിൽ ചൂണ്ടിക്കാട്ടി. എന്തൊക്കെ ആലോചിച്ച് നോക്കിയേ. ഓരോരുത്തരുടെ കഷ്ടകാലം വരുമ്പോൾ കല്ലുമഴ പെയ്യും എന്ന് പറയുമ്പോൾ തലമുട്ടയടിച്ചവൻ കഷ്ടകാലമുള്ള സമയത്ത് തലമുട്ടയടിച്ചാൽ കല്ലുമഴ പെയ്യും എന്ന് പറയും പോലെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് വലിയ ഭൂരിപക്ഷത്തോടു കൂടി സിദ്ദിഖ് ജയിച്ചു വന്ന അതൊന്ന് ആസ്വദിക്കാൻ പോലും കഴിയുന്നതിന് മുമ്പ് 8 വർഷം മുമ്പ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. 21 വയസ്സുള്ളപ്പോൾ പീഡിപ്പിച്ചപ്പോൾ 29 വയസ്സായപ്പോൾ കൊണ്ടുവന്ന് പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തായാലും അയാളെ ഒരുപാട് നോവിച്ചു. അതിജീവിത എന്ന് പറയുന്ന നടി 8 വർഷത്തിന് ശേഷമാണ് പരാതി നൽകിയതെന്ന് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് കണ്ടിട്ടാണ് ആ ഒരു ഒറ്റ കാര്യത്തിൽ പിടിച്ചാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്നാണ് പോലീസിനെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. സിദ്ദിഖിന് ജാമ്യം നൽകിയാൽ സമാനമായ മറ്റ് കേസുകളെ അത് ബാധിക്കുമെന്നാണ് സർക്കാരിനായി ചെന്ന വക്കീല് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സിദ്ദിഖിന് ജാമ്യം കൊടുത്താൽ ഇതേപോലെ സമാനമായ ഈ ഹേമ കമ്മിറ്റി വന്ന ശേഷം ഉണ്ടായ പുലിവാലുകൾ കുറേ ഉണ്ടല്ലോ. ഒരാൾ തന്നെ മലയാള സിനിമയിലെ ഏതാണ്ട് 99% പേരും എന്നെ പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുത്ത ആളടക്കം കൊടുത്തിരിക്കുന്ന സമാനമായ കേസുകളിലെല്ലാം പ്രശ്നം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ സിദ്ദിഖിനെ പറ്റി കൊടുത്ത കേസ് കൊടുത്ത ആൾ തന്നെ കൊടുത്ത എത്ര കേസുകൾ തള്ളിക്കളഞ്ഞു നിങ്ങൾ ചില മുൻകൂർ ജാമ്യം കൊടുത്തു എന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ അതൊന്നും നോക്കാതെ ഈ ഡൽഹിയിലിരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ കാശ് പറ്റുന്ന വക്കീല് അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: സിദ്ദിഖിന് ജാമ്യം നൽകിയാൽ സമാനമായ മറ്റ് കേസുകളെ അത് ബാധിക്കും എന്ന് പറഞ്ഞു. ഈ വാദത്തെയാണ് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞത്. ഇതേമാതിരി കേസിൽ പ്രതിയായ മുകേഷ്, എടവേള ബാബു, മണിയമ്പിള്ള രാജു, ബാലചന്ദ്ര മേനോൻ തുടങ്ങിയവർക്ക് ഹൈക്കോടതി തന്നെ ജാമ്യം നൽകിയ കാര്യം സർക്കാർ മറന്നുപോയ പോലെയാണ് സുപ്രീം കോടതിയിൽ ഈ വരട്ട് ന്യായം പറഞ്ഞത്. നമ്മളെ ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ മനസ്സുണ്ടോ എന്ന് പലപ്പോഴും തോന്നിപ്പോണ എവിടെയെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ അടുത്ത കാലത്ത് അതൊരു ഫംഗ്ഷനിൽ ബാലചന്ദ്ര മേനോനും പിണറായി വിജയനും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഫോട്ടോ, വളരെ കാര്യമായിട്ട് സംസാരിക്കുന്നത്. പഴയകാല SFI കാരനല്ലേ പഴയ ആ ബാലചന്ദ്ര മേനോന്റെ പേര് എന്താ പറയുക, പീഡനങ്ങൾ പലതിനും പീഡനങ്ങൾ പറയാം. പക്ഷേ ഇത്രയും എന്താ പറയുക ക്രൂരമായ അല്ലെങ്കിൽ വൈകൃതങ്ങൾ നിറഞ്ഞ രീതിയിൽ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കേസും കൊണ്ട് വരുമ്പോൾ ഇത് ജില്ലാ കേസാണെന്ന് തോന്നാതെ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്യും, അദ്ദേഹത്തെ വിളിച്ച് എന്താ പറയുക എല്ലാം മൊഴിയൊക്കെ എടുത്ത് പത്രക്കാർക്കെല്ലാം കൊടുത്ത് മുൻകൂർ ജാമ്യം കൊടുത്ത് സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചു വിട്ടു. ബാലചന്ദ്ര മേനോന്റെ യശസ്സിനെ എത്ര കളങ്കം ചാർത്തി നിങ്ങൾ ആലോചിച്ചു. 40 വർഷം മലയാള സിനിമയിൽ നിന്ന ഒരു സംവിധായകൻ, ഒരു നടൻ, ഒരു നിർമ്മാതാവ്, ഒരു വിതരണക്കാരൻ, ഒരു ഗായകൻ, തിരക്കഥാകൃത്ത്, സകല മേഖലയിലും സൽപ്പേരുണ്ടാക്കിയ ഒരു ആള് ഒരു സുപ്രഭാതത്തിൽ ഒരു പെണ്ണിന്റെ പരാതി വിട്ടുപോവുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണെന്ന് ഞാൻ പറയും. ഇതിപ്പോ
എന്താ പറയുക, മേനോൻ മുൻകൂർ ജാമ്യം എടുത്തു. അപ്പോൾ ഇവർക്കെല്ലാം മുൻകൂർ ജാമ്യം കിട്ടും. പക്ഷെ സിദ്ദിഖിന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അത് സർക്കാരിന് മാത്രമേ അറിയൂ. 2016 ഈ സംഭവം സർക്കാരിൻ്റെ സ്റ്റാർ ഹോട്ടലിൽ നടന്നുവെന്ന് പറയുന്നത്. മസ്കറ്റ് ഹോട്ടലിലാണല്ലോ, 5 സ്റ്റാർ ഹോട്ടലിൽ. 2 വർഷം കഴിഞ്ഞ് 2018 ഇക്കാര്യം ഉന്നയിച്ച് സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനുള്ള ധൈര്യം ഈ അതിജീവിത അപ്പോഴും കാണിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ പോസ്റ്റ് ഇട്ടു. പക്ഷേ പോലീസിനെ സമീപിക്കാൻ 8 വർഷം വേണ്ടി വന്നു. ഭയങ്കര പേടിയായിരുന്നു അത്രേ അവർക്ക്. ആ ഫേസ്ബുക്കിലൊക്കെ അവർ സംസാരിക്കുന്നത് കേട്ടാൽ ആരടാ വലിയവൻ എന്നുള്ള രീതിയിൽ ആരെയും വെല്ലുവിളിക്കാൻ ഒരു മടിയുമില്ലാത്ത സ്ത്രീയാണ്. ഹേമ കമ്മിറ്റി നിലയിൽ വന്നതുകൊണ്ട് അതിജീവിതമാർക്കൊരു ധൈര്യം വന്നെന്നാണ് മുഖ്യമന്ത്രി അടക്കം പറയുന്നത്. എന്നാൽ ഹേമ കമ്മിറ്റി മുൻപാകെയും ഈ നടി പരാതി നൽകിയിട്ടില്ല. ഹേമ കമ്മിറ്റി വന്നുകൊണ്ട് ഇപ്പൊ പീഡനങ്ങളൊക്കെ പരസ്യമായി പറയാൻ ഒരു മടിയും പെണ്ണുങ്ങൾക്കില്ല എന്നാണല്ലോ സ്ത്രീകൾക്ക് വേണ്ടി ജീവിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷെ ഈ പെൺകുട്ടി ഹേമ കമ്മിറ്റിയിലും പരാതി കൊടുത്തു. ഇക്കാര്യവും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ശരിയാണല്ലോ, അതെന്താ അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുക്കാത്ത എന്ന് സുപ്രീം കോടതി ആലോചിക്കുമല്ലോ. കേരളത്തിലെ ഒരു മുതിർന്ന നടനാണ് സിദ്ദിഖ്. 2016 നടനെന്ന് പറയുന്ന സംഭവത്തെപ്പറ്റി, നടന്നെന്ന് പറയുന്ന സംഭവത്തെപ്പറ്റി 2024 നടി പരാതിപ്പെടുന്നത്. അക്കാര്യവും മുഗൾ റോത്തക്കി എന്ന് പറയുന്ന നല്ല ആള് താമസമുള്ള വക്കീല് സുപ്രീം കോടതിയിൽ ബോധ്യമാക്കി. കാരണം സിദ്ദിഖ് ഒരു മുതിർന്ന നടൻ തന്നെയാണ് തീർച്ചയായിട്ടും. ഇപ്പൊ നോക്കുമ്പോൾ എങ്ങനെ വേല എനിക്ക് 60-65 ഇടയിൽ പ്രായം വരാം സിദ്ദിഖിന്. അപ്പോൾ ഒരു മുതിർന്ന നടൻ തന്നെയാണ്. മറ്റൊരു രസകരമായ സംഗതി, ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 27 നടി പരാതി നൽകുന്നത് പോലീസിൽ. അതിന്റെ തലേന്ന് ആഗസ്റ്റ് 26 ഈ അതിജീവിത എന്ന് പറയുന്ന നടിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ സിദ്ദിഖ് പോലീസിൽ ഒരു പരാതി നൽകി. അത് സർക്കാരിനായി സുപ്രീം കോടതിയിൽ വന്ന വക്കീലും വിട്ടുകളഞ്ഞു. 27 നടി പോലീസിന് പരാതി കൊടുത്തു. പക്ഷെ 26 സിദ്ദിഖ് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതും മിണ്ടിയില്ല കോടതിയിൽ. സിദ്ദിഖ് ആ പരാതിയിൽ പറഞ്ഞത് ഫേസ്ബുക്കിലൂടെ എന്നെ നാണം കെടുത്തുന്ന രീതിയിൽ ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഈ നടി പറയുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തപ്പോഴാണ് പിറ്റേ ദിവസം കൊണ്ടുവന്ന് സിദ്ദിഖ് പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞ് പരാതി കൊടുത്തത്. അതിജീവിതയ്ക്കായി വന്ന വക്കീലും ആ കാര്യം മറന്നു കളഞ്ഞു. അമ്മയും WCCയും തമ്മിലുള്ള ആരാ വലിയവർ എന്ന സംഘർഷം ഒക്കെയാണ് ഈ പരാതിയുടെ ബേസ് എന്നും റോത്തഗി വാദിച്ചു. ഇത് സിദ്ദിഖിന്റെ പ്രശ്നമല്ല, സിദ്ദിഖ് ജനറൽ സെക്രട്ടറി, അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയതിന്റെ പ്രശ്നമാണ്. തലയിൽ കണ്ണട വെച്ച സംഘടനയും അമ്മയുമായിട്ടുള്ള പ്രശ്നമാണ്. ആരാണ് ഇതിൽ വലിയവർ, നീയാണോ ഞാനാണോ എന്നുള്ളതിൽ അമ്മയിലെ ഒരു 4-5 പേരെ പീഡന കേസിൽ പെടുത്തിയാൽ നമ്മളാണ് വലിയവർ എന്ന് തെളിയിക്കാനുള്ള വ്യഗ്രതയിലാണ് ഇത് ചെയ്തതെന്നാണ് റോത്തഗി പറഞ്ഞിരിക്കുന്നത്. സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറിയും ഈ പരാതിക്കാരി തലയിൽ കണ്ണട വെച്ച സംഘടനയിലെ ഭാരവാഹിയുമാണ്. യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ സിദ്ദിഖ് തെളിവുകൾ നശിപ്പിച്ചുവെന്നും അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുമായിരുന്നു സർക്കാരിന്റെ വാദം. 8 വർഷം അന്വേഷിക്കാതിരുന്നൊരു കേസ് 8 വർഷം കഴിഞ്ഞ് അന്വേഷിക്കുമ്പോൾ തടസ്സപ്പെടുത്താനാണ് എന്നൊക്കെ പറഞ്ഞാൽ കോടതി അംഗീകരിക്കും. ഏറ്റവും ഭഗവാൻ, ഈ കോടതി ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ കാലാകാലങ്ങളിൽ ഭരിക്കുന്നവർ അവർക്ക് താല്പര്യമുള്ള രീതിയിൽ എന്തെല്ലാം വളച്ചൊടിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചു. സുപ്രീം കോടതി പറയുകയാണ്, യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ സിദ്ദിഖ് തെളിവുകൾ നശിപ്പിച്ചുവെന്നും അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുമായിരുന്നു കോടതി പറഞ്ഞത്. 8 വർഷം ഒരു തെളിവും അദ്ദേഹം നശിപ്പിച്ചെന്ന് പറഞ്ഞില്ല. 8 വർഷവും അന്വേഷണത്തെ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞില്ല. സിദ്ദിഖ് ആഗസ്റ്റ് 26 കൊണ്ടൊന്നൊരു കേസ് കൊടുത്തപ്പോൾ ആഗസ്റ്റ് 27 കൊണ്ടൊന്നും പരാതിയില്ല, തെളിവുകളെല്ലാം നശിപ്പിക്കുകയാണെന്നാണ് പറഞ്ഞത്. 8 വർഷം കഴിഞ്ഞിട്ട് എന്ത് തെളിവ് നശിപ്പിക്കുക? അതിജീവിതയുമായി ആശയവിനിമയം നടത്തിയ ഫേസ്ബുക്ക്, സ്കൈപ്പ് അക്കൗണ്ടുകൾ എന്നിവയും സിദ്ദിഖ് ഡിലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാണ് ഫേസ്ബുക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി ഇട്ടതെന്നോ പോസ്റ്റ് ഇട്ടതെന്നോ ഈ സ്കൈപ്പിലൂടെ സംസാരിച്ചത് എപ്പോഴാണെന്നോ ഒന്നും പറയുന്നില്ല. അതെല്ലാം ഡിലീറ്റ്, ഞാൻ കേൾക്കട്ടെ, അങ്ങനെ ആ സിദ്ദിഖ് എല്ലാം ഡിലീറ്റ് ചെയ്തെങ്കിൽ ആ കുട്ടിയുടെ, ആ പരാതി കൊടുത്ത അതിജീവിതയുടെ കയ്യിൽ അതൊക്കെ കാണണ്ടേ? അക്കാലത്തെ ഫോണുകളും കമ്പ്യൂട്ടറുകളും സിദ്ദിഖ് ഉപേക്ഷിച്ച് കളഞ്ഞു അത്രേ
എന്നാണ് അടുത്ത പരാതി. ഈ താളവട്ടത്തിൽ MG സോമനെ കാണാൻ വരുമ്പോൾ ജഗതി ചോദിക്കുന്ന പോലെ ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക എന്ന് ജഗതി പറയും. താൻ ആര് എന്ന് ജഗതി MG സോമനോട് ചോദിക്കും പോലെ 8 വർഷം മുമ്പുള്ള വാച്ചും 8 വർഷം മുമ്പുള്ള ഫോണും ഒക്കെ ആണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊണ്ട് നടക്കുന്നതെന്ന് സ്വയം ആലോചിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഇടാ മണ്ട, ഇങ്ങനത്തെ വരട്ട് ചോദ്യങ്ങളും വരട്ട് ന്യായങ്ങളും പറയരുതെന്ന് പറയുന്നു. 8 വർഷം മുമ്പുള്ള ഇങ്ങനെ 8 വർഷം കഴിഞ്ഞ് ഒരു കേസ് വരുമെന്ന് സിദ്ദിഖിന് അറിയാമോ? അങ്ങനെ ഒരു സംഭവം നടന്നുവെങ്കിൽ അന്ന് പരാതി കൊടുത്ത് പോലീസിനെ കൊണ്ട് ആ തൊണ്ടി സാധനങ്ങളൊക്കെ പിടിപ്പിക്കണ്ടായിരുന്നു. 8 വർഷം കഴിഞ്ഞിട്ട് ഒരു മടിയുമില്ലാതെ ഈ സർക്കാർ പറയുകയാണ്, സർക്കാരിന്റെ വക്കീൽ എന്ന് പറയുമ്പോൾ പിണറായിക്ക് വേണ്ടിയാണല്ലോ സംസാരിക്കുന്നത്. അവർ പറയുന്നത് അക്കാലത്തെ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ സിദ്ദിഖ് ഉപേക്ഷിച്ച് കളഞ്ഞു. പിണറായി വിജയന്റെ ഷർട്ടും പിണറായി വിജയന്റെ വാച്ചും നമുക്ക് മാറിയോ എന്ന് അറിയാവില്ല. കാരണം വർഷങ്ങളായിട്ട് അദ്ദേഹം മാറി മാറി ഇടുന്നതെല്ലാം ഒരേ ജെൻസിൽപ്പെട്ട ഷർട്ടും ഒരേ ജെൻസിൽപ്പെട്ട വാച്ചുമാണ്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല വാച്ച് മാറിയോ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് ഉപയോഗിക്കുന്ന ഫോണ്, അങ്ങ് ഉപയോഗിക്കുന്ന വാച്ചൊക്കെ 8 വർഷമായിട്ടും ഒരേ വാച്ചും ഒരേ ഫോണും ആണോ താങ്കൾ ഉപയോഗിക്കുന്നത്? അതും വേണ്ട, താങ്കളുടെ മകളുടെ മകനുണ്ടല്ലോ, ചെറുമകനുണ്ടല്ലോ, ആ കുട്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ 8 വർഷമായിട്ട് ഒരേ കമ്പ്യൂട്ടറാണോ ഉപയോഗിക്കുന്നത്? നമ്മൾ കോമൺ സെൻസിൽ അതെങ്കിലും ആലോചിക്കണ്ടേ? ഒരു കേസ് വരും എന്ന് വിചാരിച്ചിട്ട് ഈ 8 വർഷം മുമ്പുള്ള ഫോണും 8 വർഷം മുമ്പുള്ള ലാപ്പും ഒക്കെ സിദ്ദിഖ് സൂക്ഷിച്ചു വെക്കണമെന്ന് പറയുന്നത് വരട്ട് ന്യായം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഇക്കഥ പറയാൻ പോയ വക്കീൽ ഇതൊക്കെയാണോ ഉപയോഗിക്കുന്നതെന്നും ഞാൻ ചോദിക്കും. ഇപ്പം സർക്കാരിന് വേണ്ടി പോയ വക്കീൽ 8 വർഷമായിട്ട് ഒരേ കമ്പ്യൂട്ടറാണോ ഉപയോഗിക്കുന്നത്? ലാപ്ടോപ്പ് 8 വർഷമായിട്ട് ഒന്നാണോ ഉപയോഗിക്കുന്നത്? അദ്ദേഹത്തിന്റെ വാച്ച് 8 വർഷമായിട്ട് അദ്ദേഹം ഒരേ വാച്ച് തന്നെയാണോ കെട്ടുന്നതെന്ന് അദ്ദേഹമെങ്കിലും ആലോചിക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം വരട്ട് ന്യായങ്ങൾ പറയാൻ ഡൽഹി വരെ പോയാൽ ഖജനാവിന്റെ കുറെ കാശ് പോയി കിട്ടും എന്നല്ലാതെ എന്തു ഗുണമെന്ന് ഒരു ഡസനിലധികം ഉപദേശകന്മാരെ കൊണ്ടു നടക്കുന്ന മുഖ്യമന്ത്രി അതിലൊരു ഉപദേശകനോടെങ്കിലും ചോദിക്കണം. അല്ലെങ്കിൽ ആ ഉപദേശകൻ ശമ്പളം വാങ്ങിച്ച് വെറുതെ ഞം അടിക്കാതെ ഏതെങ്കിലും ഒരു ഉപദേശകൻ അദ്ദേഹത്തോട് പറയണമായിരുന്നു, എന്റെ പൊന്നും CMA, നമ്മൾ ഈ ഡൽഹിയിൽ ഇങ്ങനെ സുപ്രീം കോടതിയിലൊക്കെ ഇതുപോലുള്ള പരാതികൾ കണ്ട ഉടൻ തന്നെ ചാടി പുറപ്പെട്ട് നമ്മളെ സർക്കാരിന്റെ ഖജനാവിലെ കാശ് കളയരുത് എന്ന് പറഞ്ഞു കൊടുക്കാനെങ്കിൽ ഈ ഉപദേശകന്മാരിൽ ഒരാളെങ്കിലും തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പള്ളിക്കൂടത്തിൽ ഹൈസ്കൂൾ വരെ പോലും പോവാത്ത VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷെ ആ മനുഷ്യന് ഒരു ഉപദേശകന്റെ ആവശ്യമില്ലായിരുന്നു. കൊണ്ടു നടന്ന 2-3 ഉപദേശകരുള്ള ആരെങ്കിലും മണ്ടത്തരം പറഞ്ഞാൽ എന്നിങ്ങനെ നോക്കുമെന്ന്, അവൻ മൂത്രം ഒഴിക്കുമെന്നാ പറയണേ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പറ്റിക്കാൻ കഴിയില്ലായിരുന്നു. ഇദ്ദേഹത്തിന് എല്ലാ വകുപ്പിലെയും ഉപദേശകന്മാരെ ഒരു പടയും കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് എനിക്ക് ഈ കേസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നമ്മൾ പറഞ്ഞ് ഞാൻ പിണറായിക്കെതിരെ സംസാരിക്കുന്നു തോന്നുന്നു. അല്ല, എൻ്റെ മാനസിക വിഷമങ്ങൾ പറയുകയാണ്. സഖാവേ, നിങ്ങളുടെ ഈ ഉപദേശകന്മാരൊക്കെ ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. സംഭവം നടക്കുമ്പോൾ 21 വയസ്സ് മാത്രമാണ് ഈ പെൺകുട്ടിക്ക് പ്രായമെന്നും സിദ്ദിഖ് അക്കാലത്ത് സിനിമയിലെ ശക്തനായിരുന്നുവെന്നുമാണ് സർക്കാർ റിപ്പോർട്ടിൽ വിശദീകരിച്ചിരിക്കുന്നത്. സിദ്ദിഖ് എന്ത് ശക്തനായിരുന്നു? ഇവിടുത്തെ മമ്മൂട്ടിയുടെയും മോഹൻലാലിനേക്കാളും മോളിലായിരുന്നു? ഒന്നുമല്ലായിരുന്നു. 2016 സിദ്ദിഖ് സിനിമയിൽ ശക്തനാണത്രേ. എന്ത് ശക്തൻ? അയാളൊരു സംവിധായകനല്ല. പിന്നെ ശ്രീനിവാസനെ കുപ്പിയിലിറക്കി ഒരു വിതരണ കമ്പനി നടത്തിയിരുന്നു. അതുപോലെ മുകേഷിനെ ചാക്കിലാക്കിയിട്ട് ഒരു നിർമ്മാണ കമ്പനിയും തുടങ്ങിയിരുന്നു. ഉദ്ഘാടനവും സമാപനവും എല്ലാം ഒരേ വർഷം തന്നെ നടന്നു. ഉദ്ഘാടനവും സമാപനവും എല്ലാം ഈ വിതരണ കമ്പനിയുടെയും കഴിഞ്ഞു, നിർമ്മാണ കമ്പനിയുടെയും കഴിഞ്ഞു. ആ മനുഷ്യനെ പറയുകയാണ് അയാൾ ഭയങ്കര ശക്തനാണെന്ന്. ഷോയിലേക്ക് എടുത്ത GP സിപ്പിയേക്കാളും മുകളിലാണ് സിദ്ദിഖ് എന്ന് തോന്നുന്നു. ഈ പറയുന്ന കോടതിയിൽ ചെന്ന് നിന്ന് സിദ്ദിഖിനെ പൊക്കി അടിക്കുന്ന കേട്ടാ തോന്നും. അങ്ങനെയുള്ള ശക്തനെ കണ്ടാൽ സിനിമയിൽ വലിയ അവസരങ്ങൾ കിട്ടാമെന്ന് ഈ കുട്ടിയെ ആരാ പറഞ്ഞു പറ്റിച്ചത്? അയാളൊരു സംവിധായകനല്ല, ഒരു നടനാണ്. അയാളെ പോയി കണ്ടാൽ നിങ്ങൾക്ക് മലയാള സിനിമയിലെ മഞ്ജു വാര്യരാവെന്ന് പഠിപ്പിച്ചു കൊടുത്തവർ വേണം ആദ്യം പിടിച്ച് അകത്തിടാൻ. കാരണം ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ പെൺകുട്ടികളെ പഠിപ്പിക്കരുത്. വീട്ടുവിവാദം ഉയർന്ന കാലത്ത് തൻ്റെ അനുഭവത്തിന്റെ ചെറിയ ഭാഗം നടി സമൂഹ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയെങ്കിലും സൈബർ ആക്രമണം കാരണം അവർ നിശബ്ദയായി പോയി എന്നാണ് വക്കീൽ പറയുന്നത്. ഈ കൊച്ചിനെ കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തതിന്റെ കുഴപ്പമാണ് എന്ന് ഞാൻ പറയും. കാരണം
10-14 പീഡന കഥകൾ തുടർ പരമ്പര പോലെ നവമാധ്യമങ്ങളിൽ അന്തസ്സും അഭിമാനവും പോലെ പോസ്റ്റ് ഇടുമ്പോൾ ഞരമ്പ് രോഗികളായ ഒരു പണിക്ക് പോകാൻ നടക്കുന്ന കുറെ ഞരമ്പ് രോഗികളുണ്ടല്ലോ, ഈ യൂട്യൂബേ ശരണം എന്ന് പറഞ്ഞ് നടക്കുന്നത്. എറണാകുളത്ത് മറ്റേ ആ പൊട്ടൻ ചെറുക്കനെയൊക്കെ പോലുള്ള കുറെ എണ്ണം ഉണ്ടല്ലോ. അവന്മാരതിൻ്റെ താഴെ വന്ന് പൊങ്കാല ഇടാൻ സാധ്യതയുണ്ട് എന്ന് തനിക്ക് പറ്റിയ അബദ്ധം കൊണ്ടെങ്കിലും ആ കുട്ടി മനസ്സിലാക്കണമായിരുന്നു. അല്ലാതെ നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ നിങ്ങളെ എന്താ പറയാ കളിയാക്കാനോ വേണ്ടിയല്ലെന്ന്. ഇത് വേറെ സമയം പോകാൻ വേറൊന്നും ഇല്ലാത്തവന്മാർ, ഒരു പണിയും ഇല്ലാത്തവന്മാരാണ് ഈ ഇത്തരം വങ്കത്തരം നിറഞ്ഞ എന്നെ 14 പേര് പീഡിപ്പിച്ചു, 15 പേര് പീഡിപ്പിച്ചു, 12 പേര് പീഡിപ്പിച്ചു എന്നൊക്കെ ഇട്ടാൽ അതിന്റെ താഴെ വന്ന് പൊങ്കാല ഇടുന്നതെന്ന് ഇനി വരുന്ന തലമുറയെങ്കിലും പെൺകുട്ടികൾ ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാൻ. ഒരു പണിയുമില്ലാത്ത വായി നോക്കികൾ ഇങ്ങനെ വല്ല പോസ്റ്റ് വരുന്നോ എന്ന് വായും തുറന്നിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ എടുത്തിടുന്നത്. അതാണ് കുഴപ്പം. ഇനിയെങ്കിലും പെൺകുട്ടികൾ അത് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പറയുന്ന പോലെ പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇറങ്ങിയിട്ട് മസ്കറ്റിനുള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ സിദ്ദിഖിന്റെ കട്ടയും പടവും അന്ന് മടങ്ങിയല്ലേ. എന്താ ചെയ്യാത്തത്? നിങ്ങൾ അച്ഛൻ, അമ്മ, കൂട്ടുകാരിയൊക്കെ ആയിട്ടാണല്ലോ പോയെന്ന് പറഞ്ഞിരിക്കുന്നത്. പോലീസിനോട് തിരിയുന്ന മൊഴിയിലും അതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ മോശമായി, നിങ്ങളുടെ ദേഹത്ത് പോലും തുടർന്ന മോശമായ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ നിങ്ങളോട് അപമര്യാദയായി പെരുമാറിയെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നിരുന്നെങ്കിൽ മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയാൽ 3 മിനിറ്റ് മതിയല്ലേ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ. നിങ്ങൾക്ക് അതിന് 8 വർഷം വേണ്ടി വന്നു എന്നുള്ളതാണ്. സകലമാന തെളിവുകളും ഇല്ലാതായ ശേഷമാണോ നിങ്ങൾക്ക് ബോധോദയം വന്നത്? സിദ്ദിഖിന്റെ മാത്രമല്ല, ഈ പറഞ്ഞ 1 ഡസനിലധികം പീഡനകഥയിലെ വില്ലന്മാരും ചട്ടിയിലായേനെ. അന്ന് WCC എന്ന് പറഞ്ഞ ഉപദേശകരില്ലാത്തതുകൊണ്ടായിരിക്കാം ഇവരാരും അന്ന് പരാതി കൊടുക്കാത്തതെന്ന് തോന്നുന്നു. സൈബർ ആക്രമണത്തിൽ മനംനൊന്ത കാരണമാണ് 8 വർഷം പരാതി ഫ്രീസറിൽ വച്ചതെന്നും അതിനാൽ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നും സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടു. 8 വർഷം ഈ സൈബർ ഭീഷണിയൊക്കെ കൊണ്ടാണ് ഇത് പുറത്തു പറയാതിരുന്നത്. അതുകൊണ്ട് അനുഭാവപൂർവ്വം പരിഗണിക്കണം എന്നാണ് സർക്കാർ കോടതി പറഞ്ഞത്. അതൊന്നും സുപ്രീം കോടതിയിൽ വെന്തില്ല എന്നുള്ളതാണ് സിദ്ദിഖിന് കിട്ടിയ ജാമ്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. മലയാള സിനിമാ വ്യവസായത്തെ നിയന്ത്രിക്കാൻ സിനിമാ പെരുമാറ്റച്ചട്ടം വേണമെന്ന് ചൂണ്ടിക്കാട്ടി WCC ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിനിടയിൽ ഈ സംഭവം നടക്കുന്നതിനിടയിൽ തന്നെ WCC പറയുകയാണ് മലയാള സിനിമാ വ്യവസായത്തെ നിയന്ത്രിക്കണം, ഒരു കടിഞ്ഞാണിടണം, അതിലേക്കായി ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. സർക്കാർ നിയമം നിർമ്മിക്കുന്നത് വരെ ഇടക്കാല ഉത്തരവിലൂടെ ചട്ടം ബാധകമാക്കണമെന്നും WCC ആവശ്യപ്പെട്ടു. അത്രയ്ക്ക് അവർക്ക് മുട്ടി നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് WCC പറഞ്ഞത് ഇനിയും അടുത്ത ഒരു സിനിമ തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ ശ്രീലങ്കയിൽ മമ്മൂട്ടിയും മോഹൻലാലും ഫഹദ് ഫാസിലും ഒക്കെ അഭിനയിക്കുന്ന പടം ശ്രീലങ്കയിൽ നടക്കുകയാണ്. നയൻതാരയൊക്കെ ഉള്ള പടം, കുഞ്ചാക്കോ ബോബനൊക്കെ ഉള്ള പടം, വലിയ പടം, 150 കോടിയുടെ ബജറ്റിലുള്ള. ആ പടത്തിൻ്റെയൊക്കെ സെറ്റിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. അതുകൊണ്ട് സർക്കാർ നിയമം നിർമ്മിക്കുമെന്ന് പറഞ്ഞ് നാളെ ആവട്ടെ നമ്മൾ ഇരിക്കാവില്ല. അടിയന്തരമായി ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി സ്പെഷ്യൽ ബെഞ്ചിന്റെ സിറ്റിങ്ങിനിടയിലാണ് WCCയുടെ ആവശ്യം. അവർ പറയുന്നത് എല്ലാവർക്കും കരാറുണ്ടാവണം, ഓരോ സിനിമയ്ക്കും ഫിലിം ഇൻഷുറൻസ് ഏർപ്പെടുത്തണം, ജീവനക്കാർക്ക് ഔദ്യോഗികമായി ID കാർഡുകൾ നൽകണം, പരാതി റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനവും തിരുത്തൽ നിർദ്ദേശങ്ങളും ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ നടത്തിയാൽ മലയാള സിനിമ രക്ഷപ്പെട്ടു എന്ന് തോന്നി ഇവർ പറയുന്നത് കേട്ടോ. ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ചു, എല്ലാവർക്കും കരാർ വേണമെന്നാണ് പറയുന്നത്. WCCയിലുള്ളതിൽ കരാർ വയ്ക്കേണ്ടാത്ത ഈ ബ്ലാക്ക് മണിയുള്ള ആളുകൾ വളരെ കുറവാണെന്ന് തോന്നുന്നു. കാരണം വാങ്ങുന്ന യഥാർത്ഥ കാശ് തന്നെ വയ്ക്കാമെന്ന് തോന്നുന്നു. കാരണം അതിൽ കോടികളൊന്നും വാങ്ങിക്കുന്ന ആളുകളില്ല, ജോലിയുള്ളവരും ഇല്ല. അങ്ങനൊരു ഗുണമുണ്ട്. അതുകൊണ്ട് കരാർ വയ്ക്കണമെന്ന് അവർ പറഞ്ഞാൽ തെറ്റില്ല. നേരെ മറിച്ച് നല്ല വരുമാനമുള്ളവരാണെങ്കിൽ അവർ അതിൽ നമ്മൾ പേര് പറഞ്ഞതിന് മോശമൊന്നുമില്ല. ഇപ്പം അഞ്ജലി മേനോൻ സിനിമ സംവിധാനവും തിരക്കഥയും എഴുതി ഒരു പടം ചെയ്യണമെന്ന് വെച്ചോളൂ. തിരക്കഥയ്ക്കും സംവിധാനത്തിനും വാങ്ങുന്ന പ്രതിഫലം വൈറ്റ് മണിയായിട്ട് മൊത്തം എഴുതുമോ? എനിക്കറിയില്ല എഴുതുമോ. അപ്പൊ കരാർ വയ്ക്കുമ്പോൾ കൃത്യമായിട്ട് എഴുതേണ്ടി വരും. ഇപ്പൊ നയൻതാര ഇപ്പോൾ ഈ പറഞ്ഞ ശ്രീലങ്കയിലെ പടത്തിൽ അഭിനയിക്കുന്നു. നയൻതാര വാങ്ങിക്കുന്ന കാശ് മുഴുവൻ അവർ വൈറ്റ് മണിയായിട്ടാണോ വാങ്ങാറ്?
അങ്ങനെ വാങ്ങുന്ന സിനിമയിലെന്നല്ല ഏത് ലോകത്തുണ്ടെന്നേ അങ്ങനെ പറയുന്നത്. ഇവർ പറയുന്ന ഇത്തരം കാര്യങ്ങളൊന്നും നടക്കില്ല. തൊഴിൽ നിഷേധിക്കാൻ വ്യക്തിക്കോ സംഘടനകൾക്കോ അവകാശമില്ല. അത് ഉറപ്പാണ്. ഞാനതിൽ ഒരു വ്യക്തിമാണ്. ഒരു മേക്കപ്പ് മാൻ, ഫെഫ്കയുടെ കാർഡില്ലാത്തൊരു മേക്കപ്പ് മാൻ ഒരു സിനിമയിൽ വർക്ക് ചെയ്യായിരുന്നു. ഫെഫ്ക വന്ന കാലമായി. അപ്പോൾ ഫെഫ്കയുടെ ഓഫീസിൽ നിന്ന് ആരോ വിളിച്ചിട്ട് പറഞ്ഞു, ഫെഫ്കയുടെ കാർഡില്ലാത്ത ആളിനെ അതിൽ സഹകരിപ്പിക്കരുത്, കാരണം ബാക്കിയുള്ളവരെല്ലാം ഫെഫ്ക കാർഡ് ഉള്ളവരാണ്. അങ്ങനെ ആ മേക്കപ്പ് മാനെ മാറ്റി. മേക്കപ്പ് മാൻ കൊണ്ടുവന്ന് നെടുമങ്ങാട്ടുകാരനാണ്. ഇവിടെ ലേബർ കോർട്ടിൽ കൊണ്ടുവന്ന് ഒരു പരാതി കൊടുത്തു. അങ്ങനെ ഫെഫ്ക പ്രതിയായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു കോടതി. അപ്പം ഫെഫ്കയെ റെപ്രസെൻ്റ് ചെയ്ത് ഞാനായിരുന്നു കോടതി പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ ആ കോസ്റ്റ്യൂമറോട് ചോദിച്ചത്, എന്താ ഇങ്ങനെ, മേക്കപ്പ് മാനോട് ഞാൻ ചോദിച്ചത്, എന്താ നിങ്ങളിങ്ങനെ കേസ് കൊടുക്കുന്ന കാര്യം? അത് എൻ്റെ തൊഴിൽ നിഷേധിച്ച്. ഞാൻ പറഞ്ഞു, അനി എന്താ ഫെഫ്കയിൽ കാർഡ് എടുക്കാത്ത? ഞാൻ എടുക്കില്ല, എനിക്ക് ഫെഫ്ക അല്ല. അപ്പം മറ്റേ ഫെഡറേഷൻ്റെ ആളാണ്, അതാണ് പ്രശ്നം. ഇപ്പോഴും അത് കോടതി നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഫെഫ്കയിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് അറിയില്ല. തൊഴിൽ നിഷേധിക്കാൻ വ്യക്തികൾക്കോ സംഘടനയ്ക്കോ അവകാശമില്ല. ഈ നിയമക്കുരുക്കിൽ പിടിച്ചിട്ടാണ് ഇവിടെ പല പിത്തലാട്ടങ്ങളും നടക്കുന്നത് എന്നുള്ളത് സത്യം. എന്നാൽ ഞാനിപ്പോൾ ഒരു പടം അവസാനമായിട്ട് സംവിധാനമൊക്കെ ആയ ശേഷം ഒരാളിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോയല്ലോ, മധുസാറും ശാരദാമ്മി അഭിനയിച്ച സിനിമയിൽ. അപ്പോൾ ഞാൻ അവിടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ചെന്ന ഉടൻ തന്നെ ചെയ്തൊരു കാര്യം, ഞാൻ നേരിട്ട് സംവിധായകനും നിർമ്മാതാവുമായ അദ്ദേഹത്തോട് തുറന്നങ്ങ് പറഞ്ഞു, ഒക്കെ രൂപീകരിക്കാൻ ഒരുപാട് വേർപ്പൊഴിക്കവരിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സെറ്റിൽ എനിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യന്മാരും ഫെഫ്കയിൽ കാർഡുള്ളവരാണ്. അങ്ങനെ അംഗത്വം ഇല്ലാത്ത ഒരാളെ പോലും ഇവിടെ വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. അങ്ങനെ വർക്ക് ചെയ്യിക്കുകയാണെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, അവരെ തടയൊന്നുമില്ല, എന്നെ ഒഴിവാക്കണം. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, സാറൊരു കാര്യം ചെയ്യൂ, ഫെഫ്ക യൂണിയനിലെ കാർഡില്ലാത്തവരെ വർക്ക് ചെയ്യിക്കണമെന്ന് സാറിന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ ഒഴിവാക്കണം, അവരെ വെച്ച് ചെയ്യും. അതങ്ങനെ എനിക്ക് ഈ പടത്തിൽ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ ഫെഫ്കയിലെ കാർഡുള്ളവർ വേണം. അതിനാണ് പടം തീർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2.5 കോടി രൂപ ഞാൻ തുലച്ചത്. 78 ലക്ഷം രൂപയ്ക്ക് തീർന്ന സിനിമ 2.5 കോടിക്ക് നശിപ്പിച്ചു എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം അങ്ങനെ ചെയ്യാനുള്ള അവകാശം തീർച്ചയായിട്ടും ആർക്കും ഉണ്ട്. ഏത് വ്യക്തിക്ക്, ഏത് സംഘടനയിലുള്ള ആളൊന്നും ആവണമെന്നില്ല. ഞാൻ ഇന്ന ആളിനോട് സഹകരിക്കില്ല. ഇപ്പം ഞാൻ പറയാം, സുരേഷ് കുമാർ പ്രൊഡ്യൂസ് ചെയ്ത, മേനക സുരേഷ് പ്രൊഡ്യൂസ് ചെയ്ത ആസ്ട്രേലിയ എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു, രാജീവ് അഞ്ചൽ ഡയറക്ടർ. ശ്രീപെരുമ്പത്തൂരൊക്കെ ചെന്ന് ഷൂട്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞാൻ മുമ്പ് എവിടെ പറഞ്ഞതാണ്. പക്ഷേ അതിൻ്റെ കഥയുടെ ഒരു സംശയം മോഹൻലാൽ പറഞ്ഞ കാരണം ആ പ്രോജക്റ്റ് വേണ്ടെന്ന് വെച്ചു. പകരം രാജീവ് അഞ്ചൽ ചെയ്തത് മേനക സുരേഷിന് വേണ്ടി ബട്ടർഫ്ലൈസാണ്. അപ്പോൾ ഈ ആസ്ട്രേലിയ എന്ന് പറഞ്ഞ സിനിമയിൽ സാലു ജോർജ് ആയിരുന്നു ക്യാമറ. ബട്ടർഫ്ലൈസ് ആയപ്പോൾ അത് വില്യംസായി മാറി. ബാംഗ്ലൂരിലാണ് ഷൂട്ടിങ്. എല്ലാം ആയി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനില്ല. അപ്പോൾ രാജീവ് ഏട്ടൻ കേട്ടു, എന്താ നീ ഇല്ലാത്ത? ഞാൻ പറഞ്ഞു, അത് വില്യംസ് അല്ലേ ക്യാമറ, ഞാൻ വരില്ല. അതെന്ത് പറ്റി? ഞാൻ പറഞ്ഞു, വില്യംസ് ആ സെറ്റിൽ ഇരിക്കുന്ന മുഴുവൻ പേര് ഒരാളുടെയും പേര് വിളിക്കില്ല. പകരം മലയാള സിനിമയിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത, മലയാള ഭാഷയിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു തെറി വിളിച്ചിട്ട് ഇങ്ങോടാ എന്നേ പറയുള്ളൂ. അപ്പം നമ്മളവിടെ നിന്നുകൊണ്ട് വില്യംസിനോട് നീ പോടാ എന്ന് പറഞ്ഞിട്ട് അയാൾ വിളിച്ചതിൻ്റെ ഇരട്ടി വലിപ്പമുള്ള തെറി നമ്മൾ വിളിച്ചാലും അയാൾ ചിരിച്ചോണ്ടിരിക്കും, സിഗരറ്റ് ഊതി പുക വിട്ടോണ്ടിരിക്കും. അയാളെ തെറി വിളിച്ചാലും അയാൾക്ക് പ്രശ്നമായി. പക്ഷേ എന്നെ ഒരാൾ തെറി വിളിക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. എൻ്റെ ദിനേശ് എന്നുള്ളതിന് പകരം ശാന്തിവിളയെന്നൊന്നും വിളിക്കണ്ട, അല്ലെങ്കിൽ ശാന്തിവിളയെന്നോ അല്ലെങ്കിൽ ദിനേശ് എന്നോ വിളിക്കുന്നതിന് പകരം മലയാളത്തിൽ അറയ്ക്കുന്ന ഒരു തെറി വിളിച്ചിട്ട് ഇങ്ങ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ പാടി കൊടുക്കും. അതിന് പകരം ഞാൻ പറഞ്ഞു, രാജുവേട്ടാ, സെറ്റിൽ കിടന്ന് ഞാനും വില്യംസും കൂടെ അടി കൂടുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഇതിൽ നിന്ന് മാറുന്നതാണ്. ഇല്ല ദിനേശ്, ഞാനത് സംസാരിക്കാം, ഞാൻ പറയാം വില്യംസിനോട്, ദിനേശിനെ അങ്ങനെയൊന്നും വിളിക്കരുത്. ഞാൻ പറഞ്ഞു, നിങ്ങളെ വിളിക്കുമല്ലോ അയാൾ, ഈ പടത്തിൻ്റെ സംവിധായകനല്ലേ നിങ്ങളെ വിളിക്കും അയാൾ ഈ തെറി. അതുകൊണ്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ മാറി. അപ്പം ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് എനിക്ക് മാറാമല്ലോ. അതുപോലെ ഫെഫ്കയുടെ അംഗങ്ങൾക്ക് ഞങ്ങളില്ല, നിങ്ങൾ ഈ കാർഡില്ലാത്ത ആളുകളെ വെച്ച് ചെയ്തോ എന്ന് പറയാമല്ലോ. പക്ഷേ എല്ലാവർക്കും കരാർ വേണം, എല്ലാവർക്കും ഐഡന്റിറ്റി കാർഡ് വേണം എന്നൊക്കെ പറഞ്ഞ് ഈ WCC ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് പകരം WCC പറയുന്ന ആളുകൾ വെച്ച് നിങ്ങൾ സിനിമ ചെയ്തോ, ഞങ്ങളില്ല എന്ന് പറഞ്ഞ് മാറിക്കൊടുക്കാമല്ലോ. തടയില്ലല്ലോ. ഇവിടെ ഫെഫ്കയുടെ കാർഡില്ല എങ്കിൽ ഷൂട്ടിംഗ് തടയാൻ ഒരിടത്തും പോകാറില്ലല്ലോ. അതൊക്കെ പണ്ട് ഫെഡറേഷൻ തമ്പുരാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫെഫ്കയിൽ ഒരിക്കലും അംഗത്വം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് വർക്ക് തടയില്ല.
അമ്മയിൽ കാർഡില്ല എന്ന് പറഞ്ഞ് കൂടെ ഒരു അമ്മയിൽ കാർഡുള്ള ആളുകളും സഹകരിക്കാതിരിക്കുന്നില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ഇതെടുക്കണം, അംഗത്വം എടുക്കണമെന്നില്ല. അപ്പം അങ്ങനെ ചെയ്താൽ പോരെ. പക്ഷെ അതിന് പകരം സർക്കാർ തന്നെ ഇപ്പോൾ ഈ തലവിടണ നിയമങ്ങളെല്ലാം കൊണ്ടുവരണമെന്നാണ് WCC പറയുന്നത്. അത് എവിടം വരെ എത്തുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം, അത്രയേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഞാൻ ഇപ്പോൾ ഫെഫ്കയിലില്ല എങ്കിലും ഞാൻ പറയുന്നു, ഫെഫ്കയുടെ തലവനായ ഉണ്ണികൃഷ്ണൻ ഒരു കാര്യം ചെയ്യണം. ഫെഫ്ക അംഗങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ഡയറക്ഷൻ, നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന സെറ്റിൽ ഫെഫ്കയുടെ കാർഡില്ലാത്ത, അല്ലെങ്കിൽ ഫെഫ്കയെ നിരന്തരമായി തെറി വിളിക്കുന്ന, അമ്മ എന്ന സംഘടനയെ അമ്മ എന്ന് വിളിക്കാതെ AMM എന്നൊക്കെ പറയുള്ളൂ എന്ന് പറയുന്ന, തലയിൽ കണ്ണട വെച്ച ആര് വന്നാലും അവർ വർക്ക് ചെയ്യട്ടെ, ഞങ്ങളില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളില്ല, അവർ ചെയ്യട്ടെ, ഞങ്ങൾ തടയാനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മാറണം. അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഫെഫ്ക, അമ്മ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നിവർ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മതി, ഈ പ്രശ്നം തീരും. പക്ഷേ അവർ തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ സംഘടനകളുടെ പ്രശ്നമെന്ന് ഞാൻ പറയും. ഒരിക്കലും അമ്മയിലോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലോ ഫെഫ്കയിലോ നിങ്ങൾ കാർഡ് എടുത്തിരിക്കണം എന്ന് ആരും നിർബന്ധിക്കാറില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. ഏത് കോടതി പോയാലും ഇത് പറഞ്ഞാൽ തന്നെ കോടതി പറയില്ല, അവർക്ക് താല്പര്യമില്ല, നിങ്ങളെ കാർഡ് എടുക്കണമെന്ന് അവർ പറയുന്നില്ലല്ലോ, സംഘടന പറയുന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ തീരും. എന്നിട്ട് പറഞ്ഞാൽ പോരെ, ഈ പ്രതിഭകളെല്ലാം കൂടെ സിനിമ ചെയ്യട്ടെ, ഞങ്ങളില്ല എന്ന് പറഞ്ഞാൽ മാറി കൊടുത്താൽ പോരെ, ഈ പ്രശ്നം തീരാൻ. പക്ഷേ ഈ 3 സംഘടനകൾക്കും അത് പറയാനുള്ള നട്ടലില്ല എന്നുള്ളതാണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ കുഴപ്പം എന്ന് ഞാൻ പറയും. എന്തുകൊണ്ടോ അവർ പേടിക്കുന്നു ആരും. അങ്ങനെ പേടിക്കരുത്. സംഘടനയുടെ തലപ്പത്തിരിക്കുമ്പോൾ പേടി എന്നൊരു വികാരം ഉണ്ടെങ്കിൽ ആ തലപ്പത്തിരിക്കരുത്. ഒരു പാർട്ടിയുടെയോ ഒരു സംഘടനയുടെയോ തലപ്പത്തിരിക്കുമ്പോൾ ഇത്തിരി ചങ്കൂറ്റം കാണിക്കാനുള്ള, എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടാകണം എന്ന് പറയും, ഞാൻ പറയും. അതില്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ ഈ തലയിൽ കണ്ട വെച്ച 4, 3, 7 എണ്ണം കിടന്ന് നിങ്ങളെ മേയുന്നത്, മലയാള സിനിമയെ മേയുന്നതെന്ന് ഞാൻ പറയും. അവർ പറയുന്നതല്ലേ മുഖ്യമന്ത്രിക്ക് വേദവാക്യം. ഈ 800ഓളം തൊഴിലാളികളുള്ള ഫെഫ്കയോ, 400ഓളം അംഗങ്ങളുള്ള അമ്മയോ, 300 അടുത്ത് അംഗങ്ങളുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ഒന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടല്ലോ. സിനിമ എങ്ങനെ നന്നാക്കാമെന്ന് അദ്ദേഹം ചർച്ച ചെയ്യുന്നത് ഈ 6, 7 എണ്ണത്തിനെ വിളിച്ചിരുത്തിയില്ല. അത് ഇതുകൊണ്ടാണ്. കാരണം ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് എന്താ പറയാ, കോട്ടയത്തു നിന്നുള്ള നട്ടലാണെന്ന് ഞാൻ പറയും. ഈ നട്ടലില്ലാത്തത് അറിയാവുന്ന, തലയിൽ കണ്ട വെച്ച സംഘടന, അതുകൊണ്ടാണ് കയറി മേയുന്നത്. അത്രേ ഉള്ളൂ എന്ന് ഞാൻ പറയും. ഇത്രയും കാലമായല്ലോ ഹേമ കമ്മിറ്റി വെച്ച് ഒരു ഇൻഡസ്ട്രിയെ പൊതുജന മധ്യത്തിൽ താറടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ ഒരു തീരുമാനം വരുന്നതുവരെ ഇനി സിനിമ പിടിക്കുന്നില്ല, തിയേറ്ററിൽ സിനിമ കളിക്കുന്നില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായിയുടെ മുഖത്ത് നോക്കി പറയണമായിരുന്നു. പറയാൻ ചങ്കൂറ്റുള്ള ഏതെങ്കിലും ഈ സംഘടനകളിലുണ്ടോ? ഒറ്റ എണ്ണം പോകില്ല. എന്തിനാ പേടിക്കണമെന്നേ, എന്തിനാ പേടിക്കണം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിന് ആണുങ്ങളാകണം എന്ന് ഞാൻ പറയും. ഇത് നിങ്ങളാരും വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല, നിങ്ങളുടെ പരിമിതികൾ എനിക്കറിയാം. ഇപ്പോ സിനിമ നിയന്ത്രിക്കുന്ന ഒറ്റ എണ്ണം പിണറായിയുടെ മുമ്പിൽ ചെല്ലില്ല. വി ഉണ്ണികൃഷ്ണനും രഞ്ജി പണിക്കരും ഒക്കെ ഒരു കാലത്ത് പിണറായിക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു. പിണറായി വിജയനെ സുഖിപ്പിക്കാനായിട്ട് BS അച്യുതാനന്ദനെ, ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, BS വെറുക്കപ്പെട്ടവൻ എന്ന് വിളിച്ച ഒരാളുണ്ടല്ലോ ഇവിടെ, ഒരു വലിയ വ്യവസായ പ്രമുഖൻ. ഞാൻ പറഞ്ഞ് രാഷ്ട്രീയമായി പോകുന്നു എന്നാണ് സംശയം. BS അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ എന്താ പറയാ, പാവങ്ങളുടെ കിഡ്നി വിറ്റ് കോടികൾ ഉണ്ടാക്കിയവൻ എന്ന് പരസ്യമായി പറഞ്ഞ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ BS പറഞ്ഞ ഒരാളുണ്ട് ഇവിടെ. അദ്ദേഹത്തിന്റെ കാശ് വെച്ച് BSനെ അവഹേളിക്കാനായിട്ട് ഒരു സിനിമ എടുത്തിട്ടുണ്ട്, രഞ്ജി പണിക്കരുടെ പേന കൊണ്ട്. ഇതൊന്നും കാലം മറക്കൂല പണിക്കരേട്ടാ, എനിക്ക് അതാണ് പറയാനുള്ളത്. BSനെ അവഹേളിക്കാനായിട്ട്. അപ്പോഴല്ലേ പിണറായിക്ക് സൂഹിക്കാൻ തോന്നുള്ളൂ. അയ്യോ, നമുക്ക് വേണ്ടിയാണല്ലോ BSനെ തെറി വിളിക്കുന്നതെന്ന് പിണറായിക്ക് തോന്നണമല്ലോ. അങ്ങനെ ഒരു സിനിമ എടുത്തിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള സിനിമയ്ക്ക് തിരക്കഥ എഴുതിയ ആളാണ് പണിക്കരേട്ടൻ. ഇപ്പൊ എന്തോ ഒരു അകൽച്ച പണിക്കരേട്ടനും പിണറായിയുമായിട്ടുണ്ട്. എവിടെയോ ഒരു സൗന്ദര്യപ്പണക്കം ഉണ്ട് എന്ന് തോന്നുന്നു. മടിയിൽ കനമില്ലെങ്കിൽ സിനിമാ സംഘടനകളെ ഒക്കെ കൂട്ടി CMനെ കാണാനും പറയേണ്ടത് മുഖത്ത് നോക്കി പറയാനും പണിക്കരേട്ടനും ഉണ്ണികൃഷ്ണനും
തയ്യാറാകണം ഇനിയെങ്കിലും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഉണ്ണികൃഷ്ണ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് വീണ്ടും കോടതി കളയല്ലേ നിങ്ങളെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് അതാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറയും പേടി. ഉണ്ണികൃഷ്ണനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ അപ്പോൾ പോകും. എന്നെ വീണ്ടും ആക്ഷേപിച്ചു എന്നുണ്ട്. നിങ്ങൾ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നതാണ് ഉണ്ണികൃഷ്ണ നിങ്ങളെ പറ്റി സംസാരിക്കുന്നത്. നിങ്ങൾ ഫെഫ്കയിൽ തലപ്പത്തില്ല എന്ന് വെച്ചോ, നിങ്ങളെ പേര് ഞാൻ ഉപയോഗിക്കില്ല. നിങ്ങൾ ഫെഫ്ക ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. നിങ്ങൾ കൂട്ട് വിളിച്ചിട്ട് നിങ്ങളും കൂടെ വാ എന്ന് പറഞ്ഞിട്ട് അമ്മയും പ്രൊഡ്യൂസേഴ്സും വന്നില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ ആദ്യം തന്നെ ഈ സിനിമാ ഇൻഡസ്ട്രിയെ മൊത്തം നാറ്റാനായിട്ട് കുറേ എണ്ണം കേസുമായിട്ട് ഇറങ്ങിയപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ പോകാമെന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് എനിക്കറിയാം. അപ്പോൾ ഈ അമ്മയിലുള്ള തലപ്പത്തിരിക്കുന്നവന്മാരും പ്രൊഡ്യൂസേഴ്സിന്റെ തലപ്പത്തിരിക്കുന്നവരും ഒന്നും നിങ്ങളെ കൂടെ സഹകരിച്ചില്ല എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഞാൻ പറയുന്നു, അവരെ ഒന്നും കൂട്ടണ്ടെന്നേ. ഉണ്ണികൃഷ്ണനും രഞ്ജി പണിക്കരുടെ പോയി ഒരു അപ്പോയിൻമെന്റ് എടുത്തിട്ട് മുഖ്യമന്ത്രിയെ കണ്ടാൽ ഈ ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറയാമായിരുന്നു. നിങ്ങൾ എന്തൊരു വിഴുങ്ങിക്കളയും. വേണമെങ്കിൽ മന്ത്രി രാജീവിനിയുടെ കണ്ടാൽ പോയി. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും കൂടെ വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ പേരില്ലല്ലോ ലിസ്റ്റിൽ. ഒറ്റ ഒരുത്തി ഇവരുടെ പേരുകൾ പറഞ്ഞില്ല എന്നുള്ളതാണ് മഹാഭാഗ്യം. ഞാൻ വിചാരിച്ചു ഇവരുടെ പേരുകൾ പറയുന്നെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാൻ പോയേനെ. ഇവരെ പേരില്ലാത്ത നമ്മളെ പേരില്ലല്ലോ. സിദ്ദിഖ് കുറെ വെള്ളം കുടിക്കുക, അവന്റെ കുറെ ലക്ഷങ്ങൾ പോണെങ്കിൽ പോട്ടെന്നേ. ബാലചന്ദ്രമേനെ നാട്ടിയാൽ നമുക്കെന്ത് കാര്യമൊന്നേ. മുകേഷ് പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് MLA ആയ മുകേഷിനെ താറടിക്കുന്നെങ്കിൽ നമുക്കെന്തെന്നേ, നമ്മളെ പേരില്ലല്ലോ. ഇതാണ് ഈ സിനിമയിലെ ഇവരുടെയൊക്കെ മനോഭാവമാണ്. ഈ ഒറ്റക്കെട്ടാവാതെ പോകുന്നതാണ് ഈ 5ഉം 6ഉം പേരുള്ള തലയിൽ കണ്ണട വെച്ചവർ മലയാള സിനിമയെ കയറി നിരങ്ങുന്നത്. അത് പോട്ടെ, പുതിയ വർത്തമാനം കേട്ടില്ലേ? മുകേഷിനെയും ജയസൂര്യയെയും ഇടവേള ബാബുവിനെയും ബാലചന്ദ്രമേനോനെയും ഒക്കെ നാറ്റിയ പരാതിക്കാരി ഒരു പുതിയ തീരുമാനം എടുത്തിരിക്കും. ഇവരെ കുറിച്ചൊക്കെ കൊടുത്ത പരാതി പിൻവലിക്കാൻ പോവേണത്ര. എന്ത് ചെയ്യാനും. അവര് ഏതൊരു യൂട്യൂബർക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറയുക, ഈ ശാന്തുള്ള ദിനേശ് എന്ന് പറഞ്ഞവൻ വാ പോയ കോടാലിയാണ്. ഞാൻ വാ പോയ കോടാലിയൊന്നും അല്ല മാഡം. പക്ഷെ നിങ്ങൾ കുറച്ച് ഓവറായിപ്പോയി, അതാണ് പ്രശ്നം. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു 2% പേരൊഴിച്ച് ബാക്കി മുഴുവൻ പേര് പീഡിപ്പിച്ച കഥ പറഞ്ഞു. നിങ്ങളെ ഇത്രയും പേര് പീഡിപ്പിക്കാൻ എന്താണ് കാരണമെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇപ്പോൾ ഇതാ പറയുന്നു, ബാലചന്ദ്രമേനോനൊക്കെ ഇനിയിപ്പോൾ ഞാൻ ആ കേസിൽ നിന്ന് പിൻവാങ്ങുകയാണെന്ന് ഈ നടി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അദ്ദേഹം അപ്പൂപ്പനായ ആളാണ്. മകനും മകളും കല്യാണം കഴിച്ച് അന്തസ്സായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വലിയ ഓപ്പറേഷനിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന മനുഷ്യൻ. ആ മനുഷ്യനെ അവഹേളിക്കാവുന്ന അത്രയും അവഹേളിച്ചിട്ട് സെക്സിന്റെ വൈകൃതങ്ങൾ മുഴുവൻ അയാളുടെ തലയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇപ്പൊ പറയാണ് ഞാൻ അവരെയൊക്കെ പേരിലുള്ള കേസ് പിൻവലിക്കുന്നത്. ഞാൻ കേട്ടു ഇനി അടുത്ത ഇലക്ഷനിൽ മുകേഷിന് കൊല്ലത്തൊരു സീറ്റ് കിട്ടും. അയാളുടെ രാഷ്ട്രീയ ലൈഫിനെ നശിപ്പിച്ചില്ലേ. അങ്ങേർക്കും 2 ആൺമക്കളുണ്ടെന്നുള്ള ബോധം വേണം. വന്ധ്യവയോധികയായ ഒരു അമ്മ കൊല്ലത്ത് അയാളെ കാത്തിരിപ്പുണ്ടെന്നുള്ള ബോധം വേണ്ടേ. ഇതൊന്നുമില്ലാതെ ഇവരെയൊക്കെ കയറി നിരങ്ങിയിട്ട്, അല്ലെങ്കിൽ ഇടവേള ബാബുവിന്റെ കൂടെ ബാബു താമസിക്കുന്ന ഫ്ലാറ്റിൽ പൊറുതിയായാൽ അമ്മയിലെ അംഗത്വം ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ, അമ്മ എന്ന് പറഞ്ഞാൽ ഇടവേള ബാബുവിന്റെ കുടുംബവകയാണ്. അവിടെ അമ്മയുടെ അംഗത്വം കിട്ടണമെങ്കിൽ എത്ര ലക്ഷം അടയ്ക്കണം, അത്ര ലക്ഷം അല്ലെങ്കിൽ ബാബു അടയ്ക്കും. ഇങ്ങനെ നട്ടകുരുക്കാത്ത കുറെ പരാതികൾ പറഞ്ഞിട്ട് ഈ പാവങ്ങളുടെയൊക്കെ പേരിൽ ഞാൻ ഈ പറഞ്ഞ പേരുകാരെയൊക്കെ പാവങ്ങളെന്നേ പറയും. കാരണം ഇങ്ങനൊരു സ്ത്രീ ഇറങ്ങിയപ്പോൾ അവരെല്ലാം വരണ്ടുപോയി. ശരിക്കും പറഞ്ഞു വരണ്ടുപോയി. മുകേഷിന്റെ പറയാ റിപ്പോർട്ടർ ചാനലിന്റെ കാർ ഓടിക്കുന്ന കണ്ടപ്പോൾ മുകേഷ് എന്താ പറയാ, ഒരു പിടിയും കൊടുക്കാതെ മുങ്ങാൻ വേണ്ടി ഓടുന്ന പോലെയാണ് അയാളുടെ കാർ പറന്നത്. ഞാൻ വിചാരിച്ചു വല്ല ബസ്സിലും കൊണ്ടിരിക്കും. അയാൾ കാർ നിർത്തിയിട്ട് ഇറങ്ങി വന്ന് റിപ്പോർട്ടർ ചാനലിന്റെ ആ കോലും പിടിച്ച് നടക്കുന്നത് കേൾക്കട്ടെ. എന്താ എന്റെ കാറിന് പറയുക, നീ എവിടെ പോകണം കേൾക്കട്ടെ. പേടിച്ചു പോകുന്നവർ. അതിനെയാണ് ഇവിടെ ഈ പത്രക്കാരും ഈ പറയുന്ന പരാതിക്കാരികളും ഒക്കെ മുതലെടുക്കുന്നതെന്ന് ഞാൻ പറയും. കുറച്ചുകൂടി ചങ്കൂറ്റം കാണിക്കണം. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ പേടിക്കണമെന്നേ. മുകേഷ് കാർ നിർത്തിയിട്ട് ഇറങ്ങി വന്ന് കേൾക്കണം, എന്റെ കാറിന്റെ പറയുക ഫോളോ ചെയ്യാൻ നീ ആരാ? ഞാനൊരു MLA ആണ്, 40 വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്ന ഒരു നടനാണ്. എന്റെ പുറകെ കോലും പിടിച്ച് നിന്റെ ഈ കോപ്പിലെ ചാനലിന് വരാൻ എന്താ അവകാശം എന്ന് ചോദിക്കട്ടെ. എന്നിട്ട് വാർത്ത വായിക്കുന്നവള് പറയുക ഈ കാറ് ആ കാറിന്റെ കൂടെ എത്തുന്നില്ല, കാരണം റിപ്പോർട്ടറിന്റെ കാർ അല്പം പഴയതാണ്. അത് സാരമാക്കണ്ട, നമ്മൾ അടുത്ത ജംഗ്ഷനിൽ വേറെ കാർ നിർത്തിയിട്ടുണ്ടെന്ന്. എന്താ മുകേഷ് എന്താ ഈ നാട് വിട്ടു പോവുകയാണോ? അയാളിങ്ങനെ മുക്കിൽ ഓരോ കാർ കൊണ്ടിട്ട് ചേസ് ചെയ്യുക. അയാൾക്ക് ഈ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലേ? ഈ ചാനലുകാരെല്ലാം കൂടെ സഞ്ചാര സ്വാതന്ത്ര്യം നിരോധിക്കുകയാണ്. എന്നിട്ട് കോടതി എന്താ ചെയ്തത്? അയാൾക്ക് മുൻകൂർ ജാമ്യം കൊടുത്തു. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി അനങ്ങിയില്ല എന്നുള്ളതാണ്.
എൻ്റെ പാർട്ടിയുടെ MLA കുറെ പത്രക്കാർ കാറിൽ പിന്തുടർന്ന് അയാളെ കൊത്തിപ്പറിക്കുന്നത് കണ്ടിട്ട് പോലും ആ മനുഷ്യൻ മിണ്ടിയില്ല എന്നുള്ളതാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് സഹതാപം തോന്നുന്നു. എന്ത് ചെയ്യാനെന്ന്. കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് അന്വേഷണ സംഘത്തിന് ഉടൻ തന്നെ മെയിൽ അയക്കുമെന്നാണ് ഈ സകലമാന പേരും പീഡിപ്പിച്ചു എന്ന് പറയുന്ന നടി ഇപ്പൊ പറയുന്നത്. കാരണം ഇവരൊക്കെ പാവങ്ങളായതുകൊണ്ടല്ല, തനിക്ക് സർക്കാരിൽ നിന്നും പിന്തുണ കിട്ടിയില്ല എന്നുള്ളതാണ് ഈ നടിയുടെ പരാതി. തനിക്കെതിരെ പോക്സോ കേസ് ചുമത്തി കേസിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ സർക്കാർ തയ്യാറായില്ല. പോക്സോ കേസ് ഇവരെ പേരിൽ ചുമത്തിയിരിക്കുന്നത് സ്വന്തം അമ്മയുടെ അനുജത്തിയുടെ മകൾ കൊടുത്ത കേസാണ്. മദ്രാസിൽ കൊണ്ട് വിൽക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ സർക്കാർ കൂടെ വന്നില്ല. അത് ശരി, അനിയത്തിയെ കൊണ്ട് വിൽക്കാൻ പോയോ, സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ തന്നേക്കാം എന്ന് പറയൂ. അവർ പറയുന്നത് അതുകൊണ്ട് ഞാൻ സർക്കാരിൽ നിന്നും എനിക്ക് ലഭിക്കേണ്ട പിന്തുണ തരാത്തതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ കേസ് പിൻവലിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. താൻ കയ്യും മെയ്യും മറന്ന് സഹായിച്ച മാധ്യമങ്ങൾ പോലും പിന്തുണ നൽകിയില്ല. അതിനാൽ താൻ കൊടുത്ത പരാതി പിൻവലിക്കുന്നത്രേ. കയ്യും മെയ്യും മറന്ന് കുറെ യൂട്യൂബർമാർ കാശുണ്ടാക്കി. ചേച്ചി ചേച്ചി, പിന്നെ ആര് പീഡിപ്പിച്ചു ചേച്ചി? മമ്മൂട്ടി പീഡിപ്പിച്ചോ? പറയാം മമ്മൂട്ടി ഉണ്ട്. മോഹൻലാൽ പീഡിപ്പിച്ചോ? പിന്നെ പറയാം പിന്നെ പറയാം. ഇങ്ങനെ പറഞ്ഞ് എത്ര എപ്പിസോഡ് ആർക്കൊക്കെ കൊടുത്തതറിയോ? ഇതൊക്കെ ചിത്രീകരിക്കാൻ നടക്കുന്ന ചെറ്റകളെന്നാണ് അവരെ വിളിക്കാനെന്ന് ഞാൻ പറയും. ഈ യൂട്യൂബർമാരെന്ന് പറഞ്ഞ് കോലം പിടിച്ച് നടക്കുന്നില്ല, നാണം കെട്ടവന്മാർ. എന്നിട്ട് അതിൽ പറയാ ഇവിടെ ഒരു ഒരുത്തയില്ലേ എന്തോ എയർപോർട്ടിലിട്ട് അടിച്ച ഒരു സാജൻ, അയ്യേ അവനൊക്കെ വേറെ യൂട്യൂബല്ലേ? എടാ, ഇവിടുത്തെ ഏഷ്യാനെറ്റ് പറഞ്ഞ അന്തസ്സുണ്ട്, മനോരമ പറഞ്ഞ അന്തസ്സുണ്ട്. ആരുടെ പറയാ? ഒരു യൂട്യൂബറോടാണ് പറയണേ. എന്നാൽ ഈ കിഴങ്ങും കേൾക്കണ്ടേ, ഞാനും ഒരു യൂട്യൂബർ അല്ലേ? ഒരു യൂട്യൂബറോട് പറയുകയാണ് യൂട്യൂബർമാരെ എല്ലാം അയ്യേ അലവലാദികൾ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. എവന് പിടികിട്ടണില്ല, എവൻ കോലം പിടിച്ചോണ്ടിരിക്കുക. ചേച്ചിയുടെ വായിന്ന് എന്തെങ്കിലും വിടുന്നാൽ അത് വെച്ചൊരു എപ്പിസോഡ് ചെയ്യാൻ പറഞ്ഞു. ഹേമ കമ്മിറ്റിക്ക് പിന്നാലെ ഈ നടി, നമ്മൾ ഈ പറഞ്ഞ നടി 5 പേരുടെ പേരുകൾ പരസ്യപ്പെടുത്തി പരാതി നൽകി വിവാദം സൃഷ്ടിച്ചിട്ടും തന്നെ പോക്സോ കേസിൽ പ്രതിയാക്കിയതിലാണ് പിന്മാറുന്നത് എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ നമ്മൾ സകല പേരും ബഹുമാനത്തോടെ കാണുന്ന ഒരു നടിയാണല്ലോ സുഹാസിനി. നല്ല വിദ്യാഭ്യാസമുള്ള, ചാരുഹാസന്റെ മകളായ, കമൽഹാസന്റെ ചെറുമകളായ, അല്ല കൊച്ചച്ഛനല്ലേ കമൽഹാസൻ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകളായ സുഹാസിനി നമുക്കിട്ടൊരു കുത്തു അങ്ങ് കുത്തി. മലയാള സിനിമയ്ക്ക് കിട്ടിയ അവസരം വെച്ച് ഒരു കുത്തങ്ങ് കുത്തി. അവർ പറയുന്നത് മലയാള സിനിമാ സെറ്റുകൾ സുരക്ഷിതമല്ല എന്നാണ് സുഹാസിനി പറയുന്നത്. അതും ഗോവയിലെ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന, ഈ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ ചെന്നിട്ടാണ് സുഹാസിനി ഈ വാചകം അടിച്ചിരിക്കുന്നത്. ഭർത്താവ് മണിരത്നത്തിന്റെ സെറ്റിൽ അതിരുവിട്ട ഒരുത്തനെ മണിരത്നം പുറത്താക്കിയത്രേ. അത് തമിഴ് പടമല്ലേ, മലയാളമല്ലല്ലോ. തമിഴ് സിനിമയാണെങ്കിൽ ഷൂട്ട് കഴിഞ്ഞാൽ ചെന്നൈക്ക് പോകാം, അതാണ് അവർ പറയുന്ന ഒരു വരട്ട് ന്യായം. തെലുങ്കിലാണെങ്കിൽ ഹൈദരാബാദിലേക്കും, കന്നഡയാണെങ്കിൽ ബാംഗ്ലൂരിലേക്കും പോകാം എന്ന് പറയുന്നു. അതെ, അങ്ങനെ തന്നെയാണ്. മലയാളത്തിലാണെങ്കിൽ തിരുവനന്തപുരത്തേക്കോ കോഴിക്കോട്ടേക്കോ എറണാകുളത്തേക്കോ പോകാം. പക്ഷെ അവർ പറയുന്നത് മലയാളത്തിൽ അതാത് ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ തിരികെ വീട്ടിലേക്ക് പോകാനാവുന്നില്ല. കാരണം അവിടെ അങ്ങനെ ഒരു സ്ഥലമില്ലത്രേ. നിങ്ങൾ കേരളത്തിൽ ഒരു വീട് വാങ്ങിക്കാൻ തന്നെ ഞങ്ങൾ എത്ര വേണം? പിന്നെ നിങ്ങളെന്താ ഇവിടെ മലയാള സിനിമ ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കണം, വന്ന് ഞങ്ങളെ മലയാള സിനിമയെ രക്ഷപ്പെടുത്തണേ സുഹാസിനി. ആ തീർത്ഥാടനം എന്നൊക്കെ പറഞ്ഞ് ജയറാമിൻ്റെ കൂടെ അഭിനയിച്ച MT വാസുദേവൻ നായരുടെ മനോഹരമായ തിരക്കഥ കൊണ്ട് ചെയ്ത സിനിമ ദയനീയ പരാജയമാണ്. പക്ഷെ സുഹാസിനി പറയുന്നത് കേട്ടോ തോന്നും, മലയാള സിനിമയിലുള്ള എല്ലാ പീഡകന്മാരാണ്, എനിക്കിവിടെ വീടില്ലാത്തത് കൊണ്ട്. എനിക്ക് മദ്രാസിലാണെങ്കിൽ അന്നന്ന് വീട്ടിൽ പോവാം. തമിഴ് സിനിമയാണ്, നിങ്ങൾ തമിഴ് സിനിമ ചെയ്താൽ മതി സുഹാസിനി. ഞാൻ ഒരു പടം വർക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ. K. ജയകുമാർ IAS സംവിധാനം ചെയ്ത വർണ്ണച്ചിറകൾ എന്നൊരു സിനിമയിൽ ഞാനായിരുന്നു അസോസിയേറ്റ്. ഞാൻ കേൾക്കട്ടെ, പങ്കജ് സേനൻ, നമ്മുടെ സുരേഷ് കുമാറിന്റെ അളിയൻ പങ്കജ് സേനൻ പ്രൊഡ്യൂസ് ചെയ്ത ആ സിനിമയുടെ സെറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നോട്ടം കൊണ്ടോ വർത്തമാനം കൊണ്ടോ മോശത്തരം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഏത് പടത്തിന്റെ സെറ്റിലാണ് പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് മലയാള സിനിമയിൽ അന്നന്ന് മദ്രാസിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് അതിർവരമ്പുകൾ ഭേദിക്കപ്പെടുന്നു എന്നാണ് അവർ പറയുന്നത്. മലർന്നു കിടന്ന് തുപ്പരുതേ സുഹാസിനി, നിങ്ങളൊരു ബുദ്ധിയുള്ള പെൺകുട്ടിയല്ലേ, അല്ലെങ്കിൽ സ്ത്രീയല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മലയാള സിനിമാക്കാർക്ക് കുടുംബമില്ലേ എന്ന് നിങ്ങൾ ആലോചിക്കണം. സിനിമ മുഴുവൻ മദ്രാസിലായിരുന്ന കാലത്തും സിനിമാക്കാരെല്ലാം മദ്രാസിലായിരുന്നപ്പോഴും അവിടുന്ന് കേരളത്തിൽ വന്നല്ലേ ചിത്രീകരിച്ചിരുന്നത്. അതാത് സംസ്ഥാനങ്ങളിലേക്ക് സിനിമയെ പറിച്ചു നട്ടപ്പോൾ ഭൂരിപക്ഷം പേരും അങ്ങോട്ട് പോയി. നമ്മുടെ ഷീലാമ്മയും
ജയഭാരതി ചേച്ചിയും വിദ്യാമ്മയും KR വിജയും ഒക്കെ പ്രേം നസീർ സാറും ഒക്കെ അവസാനം വരെയും മദ്രാസിലെ ജീവിക്കുള്ളൂ എന്ന് വാശി പിടിക്കുന്നവരാണ്. ഇപ്പോഴും ജയഭാരതി അവിടെയല്ലേ താമസിക്കുന്നത്, ഷീല അവിടെയല്ലേ താമസിക്കുന്നത്, KR വിജയ അവിടെയല്ലേ താമസിക്കുന്നത്. അവര് ഞങ്ങൾ മദ്രാസിൽ താമസിക്കുള്ളൂ. ശ്രീവിദ്യ മാത്രമാണ് തിരുവനന്തപുരത്ത് അവരുടെ അവസാന കാലം ജീവിച്ചത്. അപ്പോൾ അവിടുന്ന് കേരളത്തിൽ വന്ന് അഭിനയിച്ചിട്ട് തിരിച്ചുപോയ ജയഭാരതിയോ ഷീലയോ വിദ്യാമ്മയോ KR വിജയോ ആരും സുഹാസിനി പറഞ്ഞ് ഈ പരാതി പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ വേറൊരു കാര്യം പറയാം, സുഹാസിനിയുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാരല്ലേ സുമലത, ലിസി, അംബിക, രാധ, പൂർണിമ, ഭാഗ്യരാജ്, രാധിക തുടങ്ങിയവരൊക്കെ ചെന്നൈയിൽ അവരും ഒക്കെ സെറ്റിൽഡാണ്. അവർ കേരളത്തിൽ നിന്ന് അഭിനയിച്ച് എത്രയോ സിനിമകളിൽ അഭിനയിച്ചിട്ട് പോയി. ഇവരാരെങ്കിലും സുഹാസിനി പറഞ്ഞ പോലെ ഒരു കമന്റ് പറഞ്ഞിട്ടേയില്ല. അല്ലെങ്കിൽ സുഹാസിനി പറ, നിങ്ങൾ കൂടെവിടെ എന്ന് പറഞ്ഞ പത്മരാജന്റെ പടത്തിലാണല്ലോ മലയാളത്തിൽ വന്ന് അഭിനയിച്ച്, പ്രയാണം അടക്കം, ഭരതന്റെ പ്രയാണമല്ല, അശോകൻ എന്താ പറയാ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ഒരു സിനിമ, പ്രായരാണ് തുടങ്ങണ പടത്തിന്റെ പേര് പറഞ്ഞു. അങ്ങനെ ഒരുപാട് സിനിമകളിൽ മമ്മൂട്ടിയോടൊപ്പം എത്ര സിനിമകളിൽ അഭിനയിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ കേരളത്തിൽ വന്ന നിങ്ങളെ ആരെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടോ എങ്കിൽ അത് പറയണം എന്നാണ് എനിക്ക് പറയുന്നത്. വെറുതെ നിങ്ങൾ ഇങ്ങനെ മലയാള സിനിമയെ അടച്ചാക്ഷേപിച്ച് സംസാരിക്കുക. ബാലതാരമായിട്ട് തുടങ്ങി പിന്നെ നായികയായി ഇവിടെ വിലസിയ മരിച്ചുപോയ ശ്രീദേവി, കുമാരസംഭവത്തിലൊക്കെ ബാലമുരുകനായിട്ട് നിൽക്കുന്ന കണ്ടാൽ ഇപ്പോഴും എന്ത് രസമാണ് അത് കണ്ടോണ്ടിരിക്കുക. മലയാള സിനിമയെക്കുറിച്ച് അവർക്കെന്നും മതിപ്പായിരുന്നു. IV ശശിയുടെയൊക്കെ എത്രയോ സിനിമ, ഉത്സവം, ഊഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ എത്രയോ സിനിമകളിൽ അഭിനയിച്ചു. നിങ്ങളുടെ ചെറിയച്ഛൻ കമൽഹാസൻ, അദ്ദേഹം പറയുന്നത്, ഞാൻ സിനിമയിൽ നിന്ന് റിട്ടയർമെന്റ് വാങ്ങിച്ചാൽ കേരളത്തിൽ എവിടെയെങ്കിലും സെറ്റിലാവുമെന്നാണ് അദ്ദേഹം പറയാറ്. മലയാളി കുഴപ്പക്കാരനാണെങ്കിൽ നിങ്ങളുടെ കൊച്ചച്ഛൻ എന്താ കേരളത്തിലെ ജീവിക്കൂ അവസാന കാലം എന്ന് പറയുന്നതെന്ന് നിങ്ങൾ കമൽഹാസനെ കാണുമ്പോൾ ചോദിക്കും. ഉണരൂ എന്ന് പറഞ്ഞ ജിയോയുടെ സിനിമയാണല്ലോ മലയാളത്തിൽ മണിരത്നം ചെയ്ത ഏക മലയാള സിനിമ, മോഹൻലാൽ നായകനായ സിനിമ, സബിത ആനന്ദ് നായികയായ സിനിമ. ആ ഉണരൂ എന്ന് പറഞ്ഞ സിനിമ കൂടാതെ മോഹൻലാലിനെ വെച്ച് ചെയ്ത ഇരുവർ എന്ന് പറഞ്ഞ സിനിമയുടെ മേജർ പോർഷൻ തിരുവനന്തപുരത്ത് നമ്മളെ മെരിലാൻഡ് അടക്കമുള്ള സ്ഥലങ്ങളിലാണല്ലോ ഷൂട്ട് ചെയ്തത്. അവിടെ എവിടെയെങ്കിലും ചിത്രീകരണ തിരക്കിൽ വന്നപ്പോൾ മണിരത്നത്തിന് എന്തെങ്കിലും മോശമായ അഭിപ്രായം ഉണ്ടോ എന്ന് ഭർത്താവിനോട് ചോദിക്കും. നാഥനില്ലാത്ത നാടായതിനാലും വിവരമുണ്ടെന്ന് ധരിക്കുന്ന വിവരദോഷികൾ ഏറിയതിനാലും മലയാളിയെ ആർക്കും എന്തും പറയാം, സുഹാസിനിക്കും പറയാം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. മലയാളിയെ ആർക്കും എന്തും പറയാം. ഒന്നുകൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കും. പിള്ളേരൊക്കെ ഒന്ന് കലയെടുത്താൽ ഉണ്ടാക്കിയ തന്തയും തള്ളയും ഒക്കെ സ്വഭാവം കുറച്ച് നന്നാക്കുന്നത്, അല്ലെങ്കിൽ സ്വഭാവം ഒന്ന് മോൾഡ് ചെയ്ത് മാറ്റുന്നത് നല്ലതാണെന്ന് ഞാൻ സിദ്ദിഖിനോട് പറയും. സിദ്ദിഖിന്റെ ആദ്യ ഭാര്യയിലെ മകനാണ് ഷഹീർ സിദ്ദിഖ്. ബാപ്പ ചെയ്തു കൂട്ടിയ പൊല്ലാപ്പുകൾക്ക് ഷഹീറാണ് സുപ്രീം കോടതിയിലൊക്കെ കയറി ഇറങ്ങുന്നത്. സിദ്ദിഖിന്റെ കയ്യിൽ കാശൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് സുപ്രീം കോടതിയിലെ എന്താ പറയാ വലിയ വക്കീലിനെ ലക്ഷങ്ങൾ കൊടുത്ത് വച്ചിരിക്കുകയാണല്ലോ. അതൊന്നും കുഴപ്പമില്ല. ഷഹീർ പോയി അവിടെ നിൽക്കുന്നതും ഈ കാശുള്ളത് കൊണ്ടാണ്, ബാപ്പയുടെ ഗുണാധികാരം കൊണ്ടല്ല എന്ന് ഓർക്കുന്നത് നല്ലതാണ്. മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ ആ പയ്യൻ പറഞ്ഞത് കുടുംബത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്നാണ്. പിന്നെ ദൈവത്തിന് ഇതല്ലേ പണി ഷഹീറെ? ലക്ഷങ്ങൾ എറിഞ്ഞ് മുഗൾ റോത്തക്കി എന്ന വക്കീലിനെ വച്ചതുകൊണ്ടാണ് ഷഹീറിന്റെ ബാപ്പ ചട്ടിയിലാവാത്തത് എന്ന് ഞാൻ പറയാം, അല്ലെ ഊരിപ്പോന്നത് എന്ന് ഞാൻ പറയും. അല്ലാതെ ദൈവത്തിന് ഇതൊന്നും അല്ല പണി ഷഹീറെ. ഇപ്പോ 100 തേങ്ങ കൊണ്ടൊന്ന് പഴവങ്ങാടി ഗണപതിക്ക് അടിച്ചിട്ട്, ഭഗവാനെ എൻ്റെ മകളുടെ വിവാഹം മറ്റന്നാളാണ്, ഈ ഒരാഴ്ച മഴ പെയ്യരുതേ എന്നൊരു ഭക്തൻ 100 തേങ്ങ അടിച്ചിട്ട് ഗണപതിയോട് പറഞ്ഞു വെച്ചു. ഇയാൾ പോയി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വേറൊരു കർഷകൻ വന്നിട്ട് ഒരു 1001 തേങ്ങ അടിച്ചിട്ട്, ഭഗവാനെ കൃഷിയെല്ലാം ഉണങ്ങുന്നു, വാഴയെല്ലാം ഒടിഞ്ഞു വീഴുന്നു, തകർത്ത മഴ ഒരാഴ്ചയെങ്കിലും പെയ്യണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഗണപതി ഭഗവാൻ ആരോടൊപ്പം നിൽക്കും? 100 തേങ്ങ അടിച്ച ആളിൻ്റെ കൂടെ നിൽക്കുമോ? 1001 തേങ്ങ അടിച്ച ആളിൻ്റെ കൂടെ നിൽക്കും? ഇത് നമ്മൾ എന്താ പറയുക, ഗണപതി ആരുടെ നിൽക്കുന്നത് പ്രാക്ടിക്കലായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഈ പറയുന്ന ദൈവം കേട്ടു വിളി എന്നൊക്കെ ഷഹീർ പറയുന്നത് ഒരു ചുക്കുമല്ല എന്ന് മനസ്സിലാക്കാൻ. സിദ്ദിഖിനെ പൂട്ടണേ, ജാമ്യം മുൻകൂർ നൽകല്ലേ, ചോദ്യം ചെയ്യുന്ന ഏമാന്മാർ ഇയാൾക്ക് നല്ല 4 തെറിയെങ്കിലും വിളിക്കണേ എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത ആ പെൺകുട്ടി തൻ്റെ ഇഷ്ടദൈവത്തിനൊരു നേർച്ചയിട്ടെന്ന് വെച്ചോ.
അവരൊരു നേർച്ച ഇട്ടിരിക്കുകയാണ്, യവനെ പൂട്ടണം, അതിന് ദൈവമേ നീ സഹായിക്കണം എന്ന് പറഞ്ഞ് നേർച്ച ഇട്ടെന്ന് വെച്ചോളൂ. വിശ്വാസവഞ്ചന കാണിച്ച ഇവളുടെ കേസിൽ എനിക്ക് മുൻകൂർ ജാമ്യം തരണേന്ന് പറഞ്ഞ് സിദ്ദിഖ് തൻ്റെ ഇഷ്ടദൈവത്തിനും പ്രാർത്ഥന നടത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും കൈക്കൂലി കൊടുത്തു എന്ന് വെച്ചോളൂ. ദൈവം ആരുടെ കൂടെ നിൽക്കും? ഷഹീറെ. ഷഹീർ അത് ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞ കണക്ക് ബുദ്ധിമാനായ ഒരു വക്കീലിനെ ലക്ഷങ്ങൾ കൊടുത്തു വച്ചതിനാലും പരാതിക്കാരിയുടെ പരാതിയിൽ പലതും ന്യായമല്ലാത്തതിനാലും ജാമ്യം കിട്ടിയതാണ്. അങ്ങനെ വേണം ഷഹീർ കാണാൻ എന്ന് ഞാൻ പറയാം. അല്ലാതെ കുടുംബത്തിന്റെ പ്രാർത്ഥന കൊണ്ട് സുപ്രീം കോടതി ജഡ്ജിമാര് കനിഞ്ഞു എന്ന് ഇനിയെങ്കിലും പറയരുത്. രക്ഷിതാക്കളുടെ കൂടെയാണ് സിദ്ദിഖിനെ കാണാൻ വന്നതെന്ന് നടി സമ്മതിച്ചതെന്ന് മുഗൾ റോത്തക്കി കോടതിയിൽ പറഞ്ഞു. അതുപോലെ ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റിൽ സിദ്ദിഖിന്റെ പേരില്ലായിരുന്നു. മാധ്യമങ്ങളിലൂടെ പിന്നീട് അപമാനിച്ചു. ഇക്കാര്യം സിദ്ദിഖ് പരാതിയായി പോലീസിൽ നൽകിയപ്പോഴാണ് നടി പോലീസിനെ സമീപിച്ചതെന്നും മുഗൾ റോത്തക്കി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ കോടതിയിൽ വ്യക്തമാക്കി. പറയുന്നത് റോത്തക്കിയും പറയുന്ന കാര്യത്തിൽ ന്യായവും ഉണ്ടായാൽ കോടതി ആർക്കായാലും ജാമ്യം കൊടുത്തു. അതിന് പാപം ദൈവത്തിനെ കൂടി ഇതിൻ്റെ ഇടയിൽ കയറ്റേണ്ട ഷഹീറെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനിയും നീട്ടി കൊണ്ടുപോകുന്നില്ല. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. WCC എന്ന് പറഞ്ഞ 5 or 6 പേർ തുടങ്ങിയപ്പോൾ 11, പണ്ട് ആരോ പറയുമല്ലോ, തൊടുമ്പോൾ 1, പോകുമ്പം 100, കൊള്ളുമ്പോൾ 1000 എന്ന് പറയും പോലെ സംഘടന ഉണ്ടാക്കിയപ്പോൾ 11 പേര്, ഇപ്പോൾ 6 പേരോ 5 പേരോ എന്തോ ഉള്ളൂ. മഞ്ജു വാര്യരടക്കം ഒരുമാതിരിപ്പെട്ടവരാരുമില്ല, വിധു വിൻസെന്റ് അടക്കം ഒരുമാതിരിപ്പെട്ട ആരുമില്ല അതിൽ. ഈ 4 or 5 പേര് പറയുന്ന കേട്ട് അവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള നാട്ടിൽ അമ്മയുടെയും ഫെഫ്കയുടെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെയും ഒക്കെ വീരശൂര പരാക്രമികൾ ഇങ്ങനെ മന്ദബുദ്ധികളെ പോലെ ഇരിക്കാതെ കൃത്യമായി ഒരു കത്തെങ്കിലും മുഖ്യമന്ത്രിക്ക് അയക്കാനുള്ള വകതിരിവ് കാണിക്കണമെന്ന് മാത്രം പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ രാജിവെച്ച് പോകണമെന്നേ, വേറെ കൊച്ചു പിള്ളേർ വെട്ടണേ പയറ് പോലെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്തായാലും സിദ്ദിഖിന് ജാമ്യം കിട്ടിയതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് സന്തോഷമായി. ഇവിടെ പോലീസ് എന്തെല്ലാം കുരുക്കുകൾ ഉണ്ടാക്കിയാൽ ഒരു കോടതി ഇല്ല എങ്കിൽ സാധാരണക്കാരൻ പെട്ടുപോകും എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പൊ സിദ്ദിഖിന് കിട്ടിയ ജാമ്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ ഇല്ലെങ്കിൽ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും നമ്മൾ ആലോചിക്കുക. ഭരിക്കുന്നവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രമേ നടക്കൂ. അതില്ലാതെ പോയതിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോടതി സത്യസന്ധമായി നിരീക്ഷണങ്ങൾ നടത്തിയതിൽ സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാർക്കും ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള കള്ള പരാതികൾ കൊടുക്കാൻ പോകുന്നവർക്ക് ഇതൊരു താക്കീതാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, തെറ്റ് ചെയ്തവനാണെങ്കിൽ, ഉപ്പ് തിന്നവനാണെങ്കിൽ വെള്ളം കുടിക്കണമെന്ന്, കുറെ നെഗളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അനുഭവിക്കണം. ഇപ്പൊ തന്നെ അനുഭവിച്ചിട്ടുണ്ടല്ലോ, കുറെ ലക്ഷങ്ങൾ പോയല്ല, ഇനിയും പോകണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം വന്ന വഴികൾ മറക്കുന്നവന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഷോക്ക് ട്രീറ്റ്മെന്റ് നല്ലതാണെന്ന് ഞാൻ പറയും. കൂടുതൽ പറയുന്നില്ല, ഇനിയും പറയേണ്ടി വരും, ബാക്കി പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.